അത് ഈ പോയിന്റ്, അതായത് നമ്മൾ ഈ ശ്രദ്ധിക്കുന്ന ഈ ഇതിൽ എന്താണ് കാര്യം? വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് ഓൾ ദിസ് ലിസണിങ്? നമ്മൾ ഒരാൾ പറയുന്നു, അത് കേൾക്കുന്നു. ആൾക്കൊളിച്ച മനസ്സിൽ നമ്മൾ ഈ ഓൺലൈൻ മീറ്റിംഗ് എല്ലാം പറയലും കേൾക്കലുമാണ്. അപ്പൊ അതിന്റെ പോയിന്റ് എന്താണ്? ഈ പറയുന്നത് ഇങ്ങനെ കേൾക്കുക. അതിന്റെ ഉള്ളില് ഒരു കാര്യമുണ്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസം, ട്രസ്റ്റ്. ഒരാൾ കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അയാളിപ്പോ എന്താ അകലെ ഇരുന്ന് എന്താണ് ചെയ്യുന്നത്, എന്ത് പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ ഈ കാതലായ ഒരു സംഗതിയാണ് എന്ത്? വിശ്വാസം. വിശ്വാസം നഷ്ടപ്പെട്ടാൽ ആർക്കു വേണ്ടിയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ആർക്കു വേണ്ടി സ്വീകരിക്കുന്നു, അത് നമുക്ക് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം വെച്ചാൽ ഈ മദ്യാസക്ത രോഗത്തെ പറ്റി പറയുമ്പോൾ പലപ്പോഴും പല ആൾക്കാരും വിചാരിക്കുന്നു മദ്യം കഴിച്ച് ഉല്ലസിക്കുന്നു എന്ന് ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ അത് വെറും ഒരു കുടിയും ഒരു ആഹ്ലാദവും ഒന്നുമല്ല. അതിന്റെ മുന്നിലും പിന്നിലും ജീവിതമുണ്ട്. അതിന്റെ മുന്നിൽ ജീവിതമുണ്ട്, പുറകിലും ജീവിതമുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്താണ്? ട്രസ്റ്റ്, വിശ്വാസം. അത് കേൾവിയിൽ കൂടി അയാൾ വിശ്വസിക്കാണ് ചെയ്യുന്നത്. അയാളോട് തന്നെ സത്യസന്ധനായിരിക്കുക. അയാളുടെ ഒരു ആവശ്യം, അയാളുടെ ജീവിതം, ജീവനും ജീവിതവും, അത് എന്താണ്? ഒരു മദ്യാസക്തന്റെ ജീവനും ജീവിതവും നിരന്തരം യാതനകളും താളത്തോടും കാലം കഴിയുന്നതിന് മുമ്പുള്ളൊരു മരണമാണ്. അതും മനസ്സിലാക്കി വരാനായിട്ട് സമയം പിടിക്കും. അത് വളരെയധികം സമയം പിടിക്കും. അതുകൊണ്ട് ഈ അന്തമില്ലാത്ത ഒരു തുടർ ജീവിതത്തിന്റെ തകർച്ച, എവിടെയാണ് ശരിയായ ഒരു ആനന്ദം? അങ്ങനത്തെ ഒരവസ്ഥ, അതും ശരിക്കും പറഞ്ഞാൽ ശരിയായ ഒരു ആനന്ദം, ഒരവസ്ഥ എന്നൊക്കെ പറയുന്നത് നമ്മളെ ഒരു നിത്യജീവിതം, ഒരു സ്വാഭാവിക ജീവിതം, ഈ മദ്യവും മറ്റു ലഹരി സാധനങ്ങളും ഒന്നുമില്ലാതെ സാധാരണ നിത്യജീവിതം, അതിനയാൾക്ക് കഴിവുണ്ടാക്കി എടുക്കാൻ പറ്റുമോ? അതൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ. ഇത് മനസ്സിലാക്കി വരുമ്പോൾ സമയം ചിലപ്പോൾ കടന്നു പോയിട്ട് സമയം വളരെയധികം പോയി. എത്ര ആൾക്കാർ 20 വർഷം, 30 വർഷം, 35 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു വിവരം കിട്ടുന്നത്. ഈ മദ്യാസക്തി ഒരു വലിയ രോഗമായിരുന്നെന്ന്, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജീവിച്ചത് അതൊരു സാധാരണ ജീവിതമല്ലായിരുന്നൊക്കെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് എത്രയോ വർഷങ്ങൾ പോയി. അതില്ലാതെ തന്നെ അയാൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. ഒരു വീടില്ലാതെ, വീടുണ്ടായാലും ഇല്ലാതെ, ഒരു പ്രതീക്ഷയില്ലാതെ, ഒരു സഹായം ഇല്ലാതെ, ഒരു ഒറ്റപ്പെട്ട് എല്ലാ തിന്മകളും കൂട്ടത്തോടെ ചേക്കേറുന്ന ഒരു ശരീരവും മനസ്സുമായിട്ട് എത്രയോ കാലം അത് പലപ്പോഴും അതിൻ്റെ കൂടെ, മദ്യത്തിൻ്റെ കൂടെ ഒന്നിലധികം ലഹരികളും അതിൻ്റെ ആ മനസ്സിൽ ചേക്കേറും. അത് പിടിച്ചെടുക്കും. അതിൻ്റെ കൂടെ കടുത്ത മാനസിക രോഗങ്ങൾ. വാസ്തവത്തിൽ അയാൾക്ക് അതിനെപ്പറ്റിയൊന്നും യാതൊരു ബോധം ഉണ്ടാവില്ല. എത്ര തരത്തിലുള്ള മാനസിക രോഗങ്ങൾ അയാളുടെ പുറകെ കൂടുന്നുണ്ട്. അയാളുടെ ക്രിമിനൽ സ്വഭാവ രീതികൾ ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്നു. അതൊക്കെ അയാൾ വിചാരിക്കുന്ന നോർമലാണെന്നാണ്. അയാൾക്ക് എന്തോ ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ അയാൾ പ്രതികരിച്ചതിന്റെ ലക്ഷണമാണെന്ന് അയാൾ വിചാരിക്കുന്നു. വാസ്തവത്തിൽ അതൊരു ക്രിമിനൽ സ്വഭാവമായിരിക്കും. അതൊരു കടുത്ത മാനസിക രോഗത്തിന്റെ ലക്ഷണമായിരിക്കും. അതൊന്നും അയാൾ അറിയുന്നില്ല. പിന്നെ ഇങ്ങനെ ഒത്തിരി അറിവില്ലായ്മകളും ഒത്തിരി പ്രശ്നങ്ങളും. അപ്പൊ ഇതൊക്കെ ഒരു സാധാരണ ജീവിതത്തില് ഒരു മനുഷ്യനിൽ നിന്ന് എത്രമാത്രം നമ്മളെ അകറ്റി നിർത്തുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അല്ലാതെ വെറുതെ ഇങ്ങനെയാണ് ഞാനിപ്പോ ഒരു 2 മാസം മദ്യത്തിൽ നിന്ന് വിട്ടു വന്നു, ഭയങ്കര സംഭവമാണ്, ഞാൻ വല്ലാത്തൊരു മാറ്റമാണ്,
പറയാൻ പറ്റും. പക്ഷെ ഇത് ജയിക്കണമല്ലോ. ഇത് ശരിക്ക് തലച്ചോറിൽ കയറി ഒരു ജീവിതത്തിന്റെ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടല്ലോ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം. ഇത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു രോഗമാണ്. വാസ്തവത്തിൽ അത് പറയുമ്പോൾ തന്നെ അത് പറയുമ്പോൾ ഒരു സങ്കടമുണ്ട് വാസ്തവത്തിൽ. ഇങ്ങനെ ഒരു കടുത്ത മാനസിക രോഗം, ശാരീരിക രോഗം, വൈകാരിക രോഗം, അതുപോലെ തന്നെ ഒത്തിരി അവയവങ്ങൾ ബാധിച്ച് ഏത് നിമിഷം മരിക്കാനും ആക്സിഡന്റ് ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ള ഒരു രോഗം. അതിനെപ്പറ്റി ഒരു ഡോക്ടറാണെങ്കിലും ഇന്ന് രക്ഷപ്പെട്ട ഒരാളാണെങ്കിലും മനസ്സിലാക്കുമ്പോൾ അത് പറയുമ്പോൾ അയാൾക്കൊരു മാനസിക പ്രശ്നമുണ്ടാവും, ഒരു സംഘർഷം. എനിക്ക് തോന്നുന്നത് പല സീനിയർ ആയിട്ടുള്ള ആൽക്കഹോളിക്സ് അനോണിമസിലെ മെമ്പേഴ്സിന് അത് ഫീൽ ചെയ്തില്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് അയാൾക്ക് അതിൽ കൂടെ ഒന്നും അയാൾ വലിയ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് അങ്ങനെയാണ്. നമ്മളെപ്പോഴും നമ്മുടെ പുറകിലുള്ള ജീവിതത്തേക്ക് നമ്മൾ ചിന്തിക്കാതെ, ആലോചിക്കാതെ, മനസ്സിലാക്കാതെ, അതിൻ്റെ അനുഭവം ഇല്ലാതെ, അതിന് പഠിച്ച കാര്യങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിർബന്ധമായിട്ടും അത് നമ്മളെ പഠിപ്പിച്ചിരിക്കും. അതിൻ്റെ ഉള്ളിൽ ആ പഠിപ്പിച്ച ആ അവസ്ഥയിൽ നമുക്ക് നമ്മളോട് തന്നെ ദയ തോന്നും, നമ്മളോട് തന്നെ ഒരു കരുണ തോന്നും. നമ്മൾ ആരായിരുന്നു, എന്തായിരുന്നു, നമ്മുടെ കൂടെ ജീവിച്ചവരോടും തോന്നുന്നത് എത്രമാത്രം ഉപദ്രവങ്ങള്, പ്രശ്നങ്ങള്. അതൊക്കെ ഓരോ പ്രാവശ്യവും മദ്യാസക്തന് വിചാരിക്കുന്നത് അത് കുറച്ച് മദ്യം കൂടിപ്പോയതുകൊണ്ടുള്ള പ്രശ്നം മാത്രമാണ്. അതൊരു പൊട്ടത്തരാണത്. ഞാൻ ഇത്തിരി മദ്യം കൂടുതൽ കഴിച്ചുകൊണ്ടത് ഒരു സംഭവമാണത്. അത് വേറെ ഒന്നുമല്ല. വാസ്തവത്തിൽ അയാൾ കടന്നുപോയിട്ടുള്ള അയാളുടെ ശരീരവും മനസ്സും സ്വഭാവവും ഒക്കെ കടന്നുപോയിട്ടുള്ള അവസ്ഥകൾ നോക്കുവാണെങ്കിൽ അത് പറയുന്ന ഒരു പൊട്ടത്തരാണ്. അത് രോഗം എന്നുള്ള അവസ്ഥയിൽ ആലോചിക്കുമ്പോൾ അത് അനേക അവയവങ്ങളെ ഈ രോഗത്തിന്റെ ഇരിപ്പിടം, ഞാൻ പലപ്പോഴും പറയാനുള്ളത് നമ്മുടെ തലച്ചോറിന് സംഭവിക്കുന്ന കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട മാനസിക രോഗങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ അറിയുകയാണെങ്കിൽ വേണ്ട മറ്റൊരാളുടെ മാനസിക രോഗം നമ്മളെ മുമ്പിൽ വരുമ്പോൾ അയാൾ കാട്ടിക്കൂട്ടുന്ന പ്രവൃത്തികളും അയാൾ കഴിക്കുന്ന മരുന്നുകളും അയാളുടെ അസ്വസ്ഥതകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഭീകരമാണ്, ദിസ് ഈസ് ഹൈലി ഡേഞ്ചറസ്. അപ്പോൾ ആ ഒരു മനോഭാവം നമ്മൾ ഈ പ്രോഗ്രാമിൽ വരുമ്പോൾ ആ ഒരു കരുതൽ, ഒരു തിരിച്ചറിവ് അത് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ സംഗതി ഭയങ്കര ഷാർപ്പായിട്ട് തന്നെ ആ തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ഇതെൻ്റെ അഭിപ്രായമാണ്. എനിക്ക് തോന്നുന്ന പല ആൾക്കാരും അങ്ങനെ ഒരു അവസരം കിട്ടിയ ആൾക്കാർ പെട്ടെന്ന് തന്നെ ഈവൻ മൈൽഡ് ആയിട്ടുള്ള ഒരു അസുഖം, ഒരു ചെറിയ രീതിയിൽ, ഇപ്പൊ ഈ രോഗം മൈൽഡ്, മോഡറേറ്റ്, സിവിയർ മൂന്നായിട്ട് തിരിക്കുക. ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന രോഗം അതിലെ ഉള്ളിൽ ഉൾപ്പെട്ട ആൾക്കാർ അതിങ്ങനെ മുകളിലേക്ക് പൊന്തി വരുവാണ്. അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 43% ആൾക്കാർ ഈ രോഗത്തിന്റെ ഉള്ളിൽ ഭീകരമായിട്ട് ഒരു 15 വയസ്സ് മുതൽ ഒരു 70-75 വയസ്സ് വരെയുള്ള ആൾക്കാരെടുത്താൽ 75 വയസ്സിൽ വലിയ ഔഷധമൊക്കെ വന്നാൽ പിന്നെ കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥയിലുള്ള ആൾക്കാർ ഒരു 43% ആൾക്കാർ നട്ടം തിരിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ രക്ഷപ്പെടുന്നവർക്ക് അറിയാൻ പാടില്ല, എന്താണ് രോഗം എന്നറിയാൻ പാടില്ല, എന്താണ് ചികിത്സ എന്നറിയാൻ പാടില്ല. അതിൻ്റെ ഉള്ളിൽ അവർ കഷ്ടപ്പെടുന്നു, അവരുടെ കൂടെ ജീവിക്കുന്നവർ കഷ്ടപ്പെടുന്നു. എല്ലാ അവസ്ഥകളും, ഒരു മനുഷ്യന് ജീവിക്കാനുള്ള എല്ലാ അവസ്ഥകളും
ശാരീരികമായിട്ടുള്ള ആരോഗ്യം, മാനസികമായിട്ടുള്ള ആരോഗ്യം, അതുപോലെ സാമ്പത്തികം, വൈകാരികമായിട്ടുള്ള സ്വസ്ഥത, നിയന്ത്രണം, എപ്പോഴും കേസുകളിലേക്ക് ചെന്ന് എടുത്തിയാടൽ, അപകടങ്ങളിലേക്ക് ചെന്ന് എടുത്തിയാടൽ, കൂടെ പോലീസുമായിട്ടുള്ള ബന്ധങ്ങൾ, കോടതിയായിട്ടുള്ള ബന്ധങ്ങൾ, ആക്സിഡന്റുകൾ, ഇഞ്ചുറീസ്, അത് തന്നെയല്ല ഇത് കയറി ഇറങ്ങുന്ന അവയവത്തിലുണ്ടാക്കുന്ന അനേകം രോഗങ്ങൾ. ഇതിപ്പോ മദ്യത്തിന്റെ ഒരു പ്രശ്നം മാത്രമല്ല. ഇപ്പോഴത്തെ കാലത്ത് മദ്യത്തിൽ നിന്ന് മറ്റു ലഹരിയിലേക്ക് ആ മദ്യത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം മറ്റു ലഹരിയിലേക്ക് തിരിയോ, അങ്ങനെ മൾട്ടിപ്പിൾ പോളി സബ്സ്റ്റൻസ്, ഒത്തിരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുകയും. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സാറേ, കേൾക്കാം. ഒത്തിരി ലഹരി വസ്തുക്കളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു പോളി സബ്സ്റ്റൻസ് എന്ന് പറയും. പോളി സബ്സ്റ്റൻസ്, മൾട്ടിപ്പിൾ ലഹരി വസ്തുക്കൾ. അത് ഉപയോഗിക്കാൻ പറഞ്ഞാൽ ഒന്നിലധികം ലഹരി വസ്തുക്കൾ തലത്തോട് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ ഓൾമോസ്റ്റ് മെന്റൽ ഡിസീസ് ഉറപ്പാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവം ഒപ്പമുണ്ട്. പണ്ട് കാലത്ത് അത്ര ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് മൾട്ടിപ്പിൾ പോളി സബ്സ്റ്റൻസ് അതിലേക്ക് കൊണ്ടുപോകും. അത് തുടക്കം മദ്യത്തിന്റെ ഉള്ളിൽ നിന്നാണ്. അപ്പൊ മദ്യം ആ തരത്തില് നമ്മൾ വശം കെടുക്കുന്നുണ്ട്. ഇപ്പോ ലോകത്തുള്ള കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ എളുപ്പമാണ്. ഈ കഞ്ചാവ് നമ്മൾ വിചാരിക്കുന്ന വളരെ നിസ്സാരമാണ്. ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാം കൂടി ഒരു 10-40% പേര് ചെറുപ്രായത്തിലും കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ ഇതിലും കൂടുതലാണ്. അത് വാസ്തവത്തിൽ അതിന്റെ കാരണം പലപ്പോഴും മദ്യം ചെറിയ രീതിയിൽ കഴിക്കുന്നതിന്റെ ഒരു പ്രചോദനമാണ് മറ്റുള്ള സംഗതിയിലേക്ക് ഒരു പ്രവേശനം എളുപ്പമാക്കിയത്. ഇപ്പോൾ നമ്മള് ഈ രോഗത്തെക്കുറിച്ച് ഞാൻ മിക്കവാറും എല്ലാ ദിവസവും പറയുന്നുണ്ടെങ്കിൽ അത് മറന്നു പോകാൻ പാടില്ല എന്നുള്ളത് ഞാൻ പറയുന്നത്. ഈ രോഗലക്ഷണങ്ങളും രോഗവും അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും അതിന് ചികിത്സയിൽ കൂടി തിരിച്ചു വരാനുള്ള ഒരു എളുപ്പ വഴി, ഇതൊക്കെ ഞാൻ മിക്കവാറും എല്ലാ ദിവസവും പറയാറുണ്ട്. അപ്പോൾ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മൾ ഈ ഗ്രൂപ്പ് തെറാപ്പിയിൽ നമുക്ക് നമ്മളെപ്പറ്റി കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹം. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എനിക്കെന്ത് സംഭവിച്ചു, ഇപ്പൊ ഞാൻ ഏത് ലെവലിൽ പോകുന്നു, ഇതിനുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു ഗ്രൂപ്പ് ചികിത്സയാണത്. ഹലോ, ഇത് നമ്മളെപ്പറ്റി കൂടുതൽ അറിയാനായിട്ടാണ് ഗ്രൂപ്പ് തെറാപ്പി. നമ്മളെപ്പറ്റി കൂടുതൽ അറിയാം. അതിൻ്റെ ഒരു ഗുണം എന്താണ്? നമ്മളെപ്പറ്റി നമ്മൾ കൂടുതൽ അറിയുകയാണെങ്കിൽ മറ്റുള്ളവരെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ കഴിയും. നമ്മളെ കൂടെ ജീവിക്കുന്നവർ അവർ എന്താണ്, അവർക്ക് ഏത് രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നു, അങ്ങനെ ഒത്തിരി സാധ്യതകൾ, ഒത്തിരി ആഗ്രഹങ്ങൾ, ഒത്തിരി രക്ഷപ്പെടൽ ഒക്കെ ഇതിൽ സംഭവിക്കും. അങ്ങനെ ഒരു നല്ല കേൾവിക്കാരൻ, ഏത് ഗ്രൂപ്പിൽ വരുമ്പോൾ ഒരു നല്ല കേൾവിക്കാരനാവുക. ആ നല്ല കേൾവിക്കാരൻ ഇതൊക്കെ ഒരു കണ്ണാടിയെ പോലെ കാണുന്നത്. ഈ കാണുന്നതും കാണുന്നതും അറിയുന്നതൊക്കെ ഒരു കണ്ണാടിയിൽ കാണുന്ന പോലെ. ഈ കണ്ണാടി നിങ്ങളെ വിധിക്കുകയൊന്നുമില്ല, നിങ്ങൾ മോശക്കാരനാണ്, നിങ്ങൾ അതാണ്. ഈ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കാണുന്നത്? അയാളുടെ ശരിയായ രൂപം കാണാൻ പറ്റും. കണ്ണാടി നിങ്ങളെ നോക്കി പരിഹസിക്കുകയോ നിങ്ങളെ വിധിക്കുകയോ അവഹേളിക്കുകയോ ഒന്നും ചെയ്യില്ല. ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ഒരു കണ്ണാടിയിൽ കാണുന്ന പോലെ നമ്മളെ കാണാൻ കഴിഞ്ഞാണെങ്കിൽ രക്ഷപ്പെടൽ വളരെ എളുപ്പമായിരിക്കും. ഒരു സംഭവം പക്ഷെ കളിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഇതില്ലാതെ
ഓരോരോ ന്യായീകരണം കബളിപ്പിക്കല് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മാനസിക രോഗത്തിന്റെ ഉള്ളിൽ കൂടി കളിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അതെന്തൊരു വളരെ നിസ്സഹായത, എന്തൊരു മരണമാണ്. അപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ കണ്ണാടി ഇത് ഉപയോഗിക്കണം. ഈ പ്രോഗ്രാം ഒരു കണ്ണാടിയാണ്. അവിടെ ആരെയും വിധിക്കാൻ പാടില്ല. വിധിക്കാൻ അസാധ്യം കൂടിയാണ് ആ വിധിക്കാൻ. അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ മറ്റുള്ളൊരു മദ്യപാനത്തെക്കുറിച്ച് ഒരു മദ്യാസക്തി പറയുകയാണെങ്കിൽ അതൊരു വിധിയാണ്, വിധിക്കലാണ്. അയാൾക്ക് അതിനുള്ള അർഹതയില്ല, അതിന് അവകാശമില്ല, അതായത് ചെയ്യാൻ പാടില്ല. പല ഉദാഹരണങ്ങളൊക്കെ ആൾക്കാരെ എടുത്തു പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, മറ്റുള്ളവർ കുടിക്കുന്ന കാര്യങ്ങൾ. അത് വാസ്തവത്തിൽ അവർക്ക് ഈ പ്രോഗ്രാമിൽ അത് ഉദ്ദേശിക്കുന്നില്ല. പ്രോഗ്രാം ഞാൻ പറയല്ലേ, പ്രോഗ്രാം ഒരു കണ്ണാടിയാണ്. അവിടെ നമ്മളെ കാണുന്നു, നമുക്ക് ആ കണ്ണാടി കാണിച്ചു തന്നെ മറ്റുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സാമാന്യ ബുദ്ധി നിരക്കുന്ന കുറച്ച് സംഗതികൾ നമുക്ക് ഈ പ്രോഗ്രാമിൽ വരുമ്പോൾ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, അത് ഓർത്തിരുന്നാലുണ്ടല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ സുബോധ ജീവിതത്തിലേക്ക് കയറാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കളിപ്പിക്കൽ ആയിരിക്കും. അപ്പോൾ സ്ട്രോങ് ഡിസയർ, വളരെ കടുത്തൊരു ആഗ്രഹമുള്ള ഒരാള്, കുറച്ചൊക്കെ ഒരു നിയന്ത്രണത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാള്, അയാള് ഈ പരിപാടി ഞാനിപ്പോൾ പറഞ്ഞ സംഗതികളൊക്കെ അതൊക്കെ ശരിക്കും മനസ്സിലാവും. അപ്പോൾ അഭ്യാസക്ത രോഗത്തിന്റെ ഏറ്റവും കാതലായ രോഗലക്ഷണങ്ങളും അതുപോലെ തന്നെ അതൊരു തുടക്കക്കാരൻ അത് മുന്നോട്ട് പോകുമ്പോൾ ഒക്കെ അനുഭവിക്കുന്ന അനുഭവങ്ങളൊക്കെ അതൊന്നും മറ്റൊരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്നെങ്കിലും പറയാണ്, ഒരു മദ്യാസക്ത രോഗിയുടെ ഏറ്റവും കാതലായ രോഗലക്ഷണം കൂടുതൽ അളവിൽ കൂടുതൽ ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കുടിച്ചുകൊണ്ടിരിക്കാനാണ്. അങ്ങനെയുള്ളൊരു ആഗ്രഹം, ടോളറൻസ് എന്ന് പറയും. കൂടുതൽ അളവിൽ മദ്യം കഴിക്കുക. അയാൾക്ക് നിർത്താൻ കഴിയുന്നില്ല, അയാളുടെ മുൻഗണന ഈ കുടിക്കാണ്. അയാൾക്ക് അത് കുറഞ്ഞു കഴിഞ്ഞാൽ വേർപ്പും ഓക്കാനും ഛർദി വിറയലും സ്ഥലകാല വിഭ്രമവും ഒക്കെ ഉണ്ടാവും. അയാളെപ്പോഴും ഇത് കിട്ടാതിരുന്നാൽ അതിനെപ്പറ്റി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. അയാൾക്ക് രാവിലെ തന്നെ മദ്യം കിട്ടുന്ന ഒരാഗ്രഹം പിന്നീട് വരും. അയാളുടെ ഓർമ്മശക്തിയൊക്കെ കുറഞ്ഞു വരും. അയാളുടെ ആർത്തിക്ക് അതിരില്ലാതെ മുന്നോട്ട് പോകും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മദ്യാസക്തനാണ്. ഇമ്മീഡിയറ്റ് ചികിത്സ, ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ ചികിത്സിക്കേണ്ട ആളാണെന്ന് ആർക്കും മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയാണ്. അതൊന്നും കൂടി പറയാണ്, ഉയർന്ന അളവിൽ മദ്യം വേണ്ടി വരിക ഓരോ ദിവസം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മദ്യത്തെ ഓർത്ത് സങ്കടപ്പെടുക, കിട്ടുന്ന കാര്യത്തെ ഓർത്ത് സങ്കടപ്പെടുക. കണ്ണ് തുറക്കുന്ന സമയത്ത് പോലും മദ്യം വേണം തോന്നൽ, അല്ലെങ്കിൽ രാവിലെ ജോലിക്കിറങ്ങുന്ന സമയത്ത് പോലും ഇതിനെപ്പറ്റി ആലോചിക്കുക, ഓർമ്മക്കേടുണ്ടാവുക, ആർത്തി, ഭയങ്കരമായിട്ട് ആർത്തി, മുൻഗണന. ഇത് ഉള്ള ആള് ഇമ്മീഡിയറ്റ് ചികിത്സ വേണം, പെട്ടെന്ന് തന്നെ ചികിത്സിക്കണം, അല്ലെങ്കിൽ അയാൾ അപകടത്തിലേക്ക് എത്തുന്നു. വളരെ തീവ്രമായിട്ടുള്ള മദ്യാസക്ത രോഗത്തിന്റെ ലക്ഷണമാണ് അതൊക്കെ. അതുപോലെ ഇത് ദീർഘകാലത്തേക്ക് മുന്നോട്ട് പോകും, ഉറപ്പുള്ള കാര്യം. ദീർഘകാലത്തേക്ക് മുന്നോട്ട് പോകും. അത് വരും വരായികളൊക്കെ ചിലപ്പോൾ അയാളുടെ മനസ്സിലുണ്ടാവും. ഞാൻ മദ്യം കഴിച്ചാൽ ഇന്നതൊക്കെ സംഭവിക്കും, ഇന്നതൊക്കെയാണ് സംഭവം. അതൊക്കെ അറിഞ്ഞിട്ടും അയാളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഏത് നിമിഷവും സിഗ്നലുകൾ വന്നാൽ അയാൾക്ക് നിർബന്ധം, കമ്പൾഷൻ ഉണ്ടാവും. കമ്പൾഷൻ, അത് നിർബന്ധം. അയാളുടെ മരണം വരെ ചികിത്സിച്ചില്ലെങ്കിൽ അയാൾ മരണം വരെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. കമ്പൾഷൻ, നിർബന്ധം. അത് തലച്ചോറുണ്ടാക്കുന്ന നിർബന്ധമാണ്. തലച്ചോറ് അയാളെ പ്രേരണ കൊടുക്കും.
തലച്ചോറിന്റെ രോഗമാണ്, പക്ഷെ തലച്ചോറ് പ്രേരണ കൊടുക്കും, അതിനെ ബലപ്പെടുത്തും. കൂടുതൽ അളവിൽ കൊടുക്കാൻ വേണ്ടി അത് രോഗത്തിന്റെ ഉള്ളിലായി കഴിഞ്ഞാൽ ആ പാവം ആ ജെല്ലി പോലുള്ള ആ സാധനം ഭയങ്കരമായിട്ട് വളർന്ന് കൂടുതൽ അളവിൽ കുടിക്കാൻ അയാളെ പ്രേരിപ്പിക്കും. അപ്പൊ നമ്മള് ഈ ഉള്ളിലുള്ള അവയവങ്ങളോട് നമ്മൾക്ക് കുറെ ദയൊക്കെ തോന്നേണ്ടതാണ്, ദയയും സ്നേഹവും ഒക്കെ തോന്നണം. ഇതിനെ രോഗലക്ഷണം അറിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് തോന്നണം, നമ്മൾ ഒരു ശരീരത്തിന്റെ കാര്യമാണുള്ളത്, അതിനോട് കുറച്ച് ദയവും സ്നേഹവും ഒക്കെ തോന്നിയാലും ശരി. അതുപോലെ കരൾ രോഗം വന്നാലും, ഈ കരൾ രോഗം വന്ന് 5, 5, 5 അങ്ങനെയാണ് കുഴപ്പം. 5, 5, 5 5 വർഷം കൊണ്ട് ഫാറ്റി ലിവർ ഉണ്ടാവും. 5 വർഷം കൊണ്ടൊരു ഫാറ്റി ലിവർ ഫാറ്റ് ഗ്രേഡ് കഴിഞ്ഞ് കല്ല് പോലെയാവും. അത് സിറോസിസ് ലിവർ എന്ന് പറയാം, കല്ല് പോലത്തെ അവസ്ഥ. അടുത്ത 5 വർഷത്തിനുള്ളിൽ മാറുക. അത് 5, 5, 5 അങ്ങനത്തെ ഒരു ഇതിൽ കൂടി പോകും. അതുപോലെ മറ്റ് അവയവങ്ങളിലും എല്ലാ അവയവങ്ങളിലും കയറി ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കാതെ പോവില്ലെന്നുള്ള ഉറപ്പാണ്. കാരണം വെച്ചാൽ അത് നമ്മൾ അറിയില്ല. ഇപ്പൊ ഞാൻ പോകുന്ന സ്ഥലത്ത് ഈ പിന്മാറ്റ ലക്ഷണം, മദ്യത്തിന്റെ അളവൊക്കെ കുറഞ്ഞ് വരുന്ന സമയത്ത് രോഗികളെ പരിശോധിക്കുമ്പോൾ ഞാൻ അവരോട് അവിടെ ഉള്ള സുഹൃത്തുക്കളോട് പറയാറുണ്ട്, ഈ രോഗിയെ നോക്കുന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട്, നിങ്ങൾ BP ഒക്കെ നോക്കുക, ഇയാളുടെ ഷുഗറൊക്കെ നോക്കുക. അത് നോക്കുമ്പോൾ എന്താണെന്നറിയോ, BP ഒക്കെ ഇങ്ങനെ ഒരു ഭയങ്കര പ്രഷറുള്ള ഒരാളുടെ മട്ടിലാണ് മദ്യം നിർത്തി കഴിയുമ്പോഴത്തേക്ക് BP കൂടുന്നത്. ആ അവസ്ഥയിൽ അയാൾക്ക് ഒരു നല്ലൊരു ചികിത്സ കിട്ടിയാലും ചിലപ്പോൾ മരിച്ചു പോകും. ഈ BP ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ BP തലച്ചോറിലെ രക്തക്കുഴലുകൾ തകർന്നു പോയി കഴിഞ്ഞാൽ അബോധാവസ്ഥയിലും അവിസ്മാരമൊക്കെ വരികയും ഒക്കെ സംഭവിക്കാം. ഹാർട്ടിന് കുഴപ്പം വരില്ല പെട്ടെന്നൊക്കെ. അപ്പൊ എന്തെല്ലാം ശാരീരിക രോഗങ്ങളാണ് അതിലുണ്ടാകുന്നത് പറയാൻ പറ്റില്ല. ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള രോഗം ഇല്ലെന്നുള്ളതാണ്. കാരണം മദ്യം നിർത്തിക്കഴിയുമ്പോഴാണ് ഈ പരിപാടി വരുന്നത്. മദ്യം നിർത്തിക്കഴിയുമ്പോൾ BP അങ്ങ് ഷൂട്ടപ്പ് ചെയ്യും. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ചെറിയ മദ്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതാണ് അതിന്റെ ലക്ഷണം. ആ മദ്യത്തിന്റെ അളവ് കുറഞ്ഞപ്പോൾ ശരീരം പ്രതികരിക്കുന്നു, ഭയങ്കര വിരോധാഭാസമായിട്ട്. എല്ലാവരും സ്വസ്ഥമായ ശരീരം എന്താണ് ആഗ്രഹിക്കുന്നത്? അത് നോർമലായിട്ടുള്ള ബ്ലഡ് പ്രഷർ, നോർമലായിട്ടുള്ള ഷുഗർ, നോർമലായിട്ടുള്ള ഹാർട്ടിന്റെ മിടിപ്പ്, നോർമലായിട്ടുള്ള ഉറക്കം, ഭക്ഷണം കഴിക്കാൻ നോർമലായിട്ടുള്ള ആഗ്രഹം, ഇതൊക്കെയല്ലേ. അതിന് പകരം നേരെ എതിരായിട്ടുള്ള പരിപാടിയാണ്. മദ്യം കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യുമ്പോഴത്തേക്ക്, കാരണം അത്രമാത്രം ഈ മദ്യത്തെ നമ്മുടെ തലച്ചോറ്, നമ്മുടെ ശരീരം അത് ആശ്രയിച്ചു, ഡിപ്പെൻഡൻ്റ് ആയി, അതിനെ ആശ്രയിച്ചു. അതില്ലെങ്കിൽ പണിയെടുക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക്, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അത്രമാത്രം കണ്ടീഷന് ഒരു വ്യവസ്ഥകൾക്ക് വിധേയമായ ഒരു അടിമയായിപ്പോയി. അപ്പൊ അങ്ങനെയൊക്കെ ആവേണ്ട ഒരു ആവശ്യമില്ല യഥാർത്ഥത്തില്. ഒരു സാധാരണ മനുഷ്യന് അങ്ങനെ ഒരു അടിമയാകേണ്ട ആവശ്യമില്ല, ഒരു കെമിക്കലിന് അടിമയാകേണ്ട ആവശ്യമില്ല, ഒരു മറ്റു മനുഷ്യർക്ക് അടിമയാവേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ വിധേയത്തിന്റെ ആവശ്യമില്ല. അയാൾക്കൊരു സാധാരണ മനുഷ്യനെ പോലെ സുഖമായിട്ട് ജീവിക്കാം. അത് എന്തിനയാൾ ഈ ഏളാകൂടങ്ങളിൽ പോകണം? അയാള് വെറും ഒരു കെമിക്കലിന് അടിമയാവുന്നു. ആ അടിമത്തം അയാളുടെ എല്ലാ പ്രകടനങ്ങളിലും ഉണ്ടാവും. അടിമത്തം നിങ്ങൾ പല മദ്യാസക്തന്മാരെയും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവരുടെ ആ ഒരു വിധേയത്വം. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ മദ്യം കഴിച്ചിട്ട് ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്കത് മനസ്സിലായി കഴിഞ്ഞാൽ അയാൾ ആ ജോലിയുടെ ആ ഉടമസ്ഥനോട് ഭയങ്കര വിധേയത്വ അത് ഇങ്ങനെ പ്രകടിപ്പിക്കും. സാർ 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 അയാൾ നല്ല രീതിയിൽ ഉത്തരവാദിത്തത്തോട് ജോലി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു അടിമയാവേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് പകരം അയാളുടെ എല്ലാ പ്രകടനങ്ങളിലും സാർ 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 വിധേയത്വം, അല്ലെങ്കിൽ പ്രകടനം, അല്ലെങ്കിൽ ഒളിച്ചു വെക്കൽ,
കാരണം കഴിവൊക്കെ നഷ്ടപ്പെടും. എല്ലാ കഴിവും കുറഞ്ഞു കുറഞ്ഞു വരുള്ളൂ. കഴിവ് വരുന്ന തലച്ചോറിൽ നിന്നും ഓർമ്മശക്തിയിൽ നിന്നും ശരീരത്തിന്റെ ചലനത്തിൽ നിന്നൊക്കെ കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ജീവിതം ഇത് വല്ലാത്തൊരു ജീവിതം. മറ്റ് അവയവങ്ങളെ പറ്റി ഉദാഹരണമായി തലച്ചോറിൽ തന്നെ വരുന്ന രോഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ രോഗങ്ങൾ വരുമ്പോഴത്തേക്ക് അതൊന്നും അവർക്ക് ചിലപ്പോൾ പിടികിട്ടില്ല. അപസ്മാരം വരുന്നത് പിടികിട്ടില്ല. കട്ടിലിൽ നിന്ന് ആരോ നിലത്തേക്ക് എറിഞ്ഞ പോലെ അയാൾ വീണ് കിടക്കുന്നതിനെ പറ്റി അയാൾക്ക് യാതൊരു ബോധം ഉണ്ടാവില്ല. അയാൾക്ക് ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ തലയിടിച്ച് കുളിമുറിയിൽ വീണിട്ട് പിറ്റേ അബോധാവസ്ഥ വന്നു. പിന്നെ MRI സ്കാൻ ചെയ്യേണ്ടി വന്നു. അതിനെപ്പറ്റി ഒന്നും യാതൊരു വിവരവും കിട്ടില്ല. അല്ലെങ്കിൽ അയാൾ വയലന്റ് ആയതും അയാൾ പരത്തി തീ വെക്കാൻ പോയത് അതൊന്നും ചിലപ്പോൾ അല്ലെങ്കിൽ കത്തി എടുത്തോ അത് പ്രയോഗിക്കാൻ നോക്കിയത് ഒരു ഓർമ്മ ഉണ്ടാവില്ല ചില. ഇങ്ങനെ ഒരു ദയനീയമായ ഒരവസ്ഥ. ഈ കൊഴ്സാക്കോസ് സൈക്കോസിസ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. ഇത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കൊഴ്സാക്കോ എന്ന് പറഞ്ഞ ഡോക്ടറാണ് അത് കണ്ടുപിടിക്കുക. കൊഴ്സാക്കോ സൈക്കോസിസ്. സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തെന്ന് അർത്ഥം. കൊഴ്സാക്കോ സൈക്കോസിസ് അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താ പറയുക, ഈ വൈറ്റമിൻ B1 ഫോളിക് ആസിഡ് അത് പ്രധാനമായിട്ട് വൈറ്റമിൻ B1 കുറഞ്ഞു കഴിയുമ്പോൾ ഭ്രാന്ത് വരും. കാരണം ഈ മധ്യാസത്തിന്റെ ശരീരത്തിലെ വയറ്റിലുള്ള 80% അത് വലിച്ചെടുക്കില്ല. ഈ മദ്യത്തിന്റെ ഉള്ളില് ഈ വൈറ്റമിൻ ശരീരത്തിലേക്ക് കയറില്ല. അപ്പൊ അങ്ങനത്തെ ഒരവസ്ഥ സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ അളവ് ഈ വിറ്റാമിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഈ വിറ്റാമിന്റെ ഈ അളവ് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ സൈക്കോസിസ്, മാനസിക വിഭ്രാന്തി, ഭ്രാന്ത് വരും. അത് പെട്ടെന്ന് തന്നെ കുറയും. അതിന്റെ തെളിവെന്ന് പറയും ഒരു 3 ആഴ്ച അയാൾക്ക് വൈറ്റമിൻ B1 ഇഞ്ചക്ഷനായിട്ട് അവിടെ വിവരമുള്ള ഡോക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗത്തിന്റെ ഈ ഭ്രാന്തൊക്കെ കുറയും. അത് നോർമലാവും. അപ്പൊ നോക്കുക, മദ്യം എത്രമാത്രം ഭയങ്കര ഭീകരമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നു. അത് കൊഴ്സാക്കോസ് ആയിക്കോട്ടെ. അതുപോലെ വെർണിക്കേസ് എൻകഫലോപ്പതി, അതും ഈ വൈറ്റമിൻ B1 കുറവുണ്ട്. തലച്ചോറിന് നീര് വയ്ക്കും. തലച്ചോറിന് നീര് വരും. ആ നീര് കൊണ്ട് എന്ത് പറ്റും? രോഗലക്ഷണം ഇതാണ്. അയാൾക്ക് കോർഡിനേഷൻ, അതായത് ഇയാളുടെ ശരീരം ഒരു സഹകരിച്ച് ഉള്ള ഒരു പ്രവർത്തനം, അതായത് അവയവങ്ങൾ തമ്മിൽ സഹകരണം ഇല്ലാത്തത് കൊണ്ട് ഈ ചലനങ്ങളൊക്കെ ക്രമം തെറ്റും. നടക്കുന്നതൊക്കെ ആടി ആടി പോകും. ഈവൻ ഭക്ഷണം കൈകൊണ്ട് എടുത്ത് കഴിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വരും. അതുപോലെ കണ്ണിന്റെ ചലനങ്ങൾ ശരിയാകാത്ത കൊണ്ട് കണ്ണിന്റെ മാംസപേശികൾ ചലിക്കണമല്ലോ ഒരു സ്ഥലത്തേക്ക് നോക്കണമെങ്കിൽ. നിങ്ങളിപ്പോൾ വലതുവശത്തേക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കണമെങ്കിൽ നിങ്ങളുടെ വലത്തെ കണ്ണും ഇടത്തെ കണ്ണും ഒരേപോലെ ഒരു മുഖത്തിൽ കെട്ടിവെച്ച കാള ചലിക്കുന്ന പോലെ അങ്ങോട്ട് ചലിക്കണം. രണ്ട് കണ്ണും ചലിക്കണം, എന്നാലേ നിങ്ങൾക്ക് വലതുവശമുള്ള സാധനം കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഈ കണ്ണിനെ ചലിപ്പിക്കുന്ന മാംസപേശികൾക്ക് എന്തെങ്കിലും ക്രമക്കേടുണ്ടായാൽ എന്ത് പറ്റുന്നറിയോ? രണ്ടായിട്ട് കാണും. ഒരു സാധനം രണ്ടായിട്ട് കാണും. ഒരു കോങ്കണ്ണ് പോലെ കാണും. അതോടനുബന്ധിച്ച് ഒരു മരണത്തിന്റെ മണി, ഒരു സിഗ്നൽ ഉണ്ടാവും. അത് അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ രോഗപ്രതിരോധ ശക്തി ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഈ വെർണിക്കേസ് എൻകഫലോപ്പതി എന്ന ആ രോഗത്തിന്റെ പേര്, അത് വെർണിക്കെ എന്ന് പറഞ്ഞ ഡോക്ടറാണ് കണ്ടുപിടിച്ചത്. ആ വെർണിക്കെ കണ്ടുപിടിച്ച ഈ തലച്ചോറിലെ ഈ നീർക്കെട്ടില് ഞാനീ പറഞ്ഞ രോഗലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഞാൻ കണ്ട ആളൊക്കെ മരിച്ചു വരുന്നു. അത് വന്നു കഴിഞ്ഞാൽ ഈ ഫംഗസ്, ഈ കണ്ണിന്റെ ചുറ്റും കറുത്ത ഈ കോവിഡൊക്കെ വന്നപ്പോൾ ചില ആൾക്കാർ കണ്ണിന്റെ ഫംഗസ്, അതിൻ്റെ അവിടെ ഫംഗസൊക്കെ വന്ന് മരിച്ചു വരുന്നത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. അതേപോലത്തെ ഒരു ഫംഗസ്
ഇതിന്റെ ലക്ഷണം കണ്ടപ്പോഴത്തേക്ക് ആ രോഗിയെ ഒരു എറണാകുളത്ത് വലിയൊരു സെന്ററിലേക്ക് അയച്ചു. അന്ന് ICU ഒന്നും ഇല്ലാത്ത ഒരു സമയമായിരുന്നു, വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അവിടെ PVS ഹോസ്പിറ്റലിൽ ICU ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് അയാളെ ICUലൊക്കെ ആക്കി. അയാൾ ഈ അവസ്ഥയിലായിരുന്നു. അയാളെ ഞാൻ കയറി കണ്ടു കഴിഞ്ഞ് പോന്നു. 2-3 ദിവസത്തിനുള്ളിൽ അയാൾ മരിച്ചു. വെർണിക്കസ് എൻകെഫലോപ്പതി എന്ന് പറഞ്ഞ മാരക രോഗമായിരുന്നു അയാൾക്ക്. അപ്പൊ വാസ്തവത്തിൽ അയാളെ പറ്റി പറയുമ്പോൾ ഞാൻ വേറെ സംഗതി ഓർക്കുന്നു. അയാൾ മദ്യം കഴിച്ചത് വളരെ വളരെ രഹസ്യമായിട്ടും സ്വന്തം ഭാര്യ, അമ്മ അവരെയൊക്കെ കബളിപ്പിച്ചിട്ട് അയാൾ മദ്യം കഴിച്ചു. അയാൾ മദ്യം ഒളിച്ചു വെച്ചത് അയാളുടെ മുന്തിയ മദ്യം, ഏറ്റവും വലിയ മുന്തിയ മദ്യം, എന്നാൽ വില കൂടിയ മദ്യം അയാളുടെ കുളിമുറിയിൽ ഇതിന്റെ ആ ഫ്ലഷ് ചെയ്യുന്ന ആ സാധനത്തിന്റെ ഉള്ളിൽ അയാളിങ്ങനെ അടുക്കി വെച്ചിരുന്നു. അതിങ്ങനെ രഹസ്യമായിട്ട് പല പ്രാവശ്യം എടുത്ത് കുടിക്കലായിരുന്നു. അത് തന്നെയല്ല, അയാള് മദ്യമായിട്ട് ബന്ധപ്പെട്ട് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു വളരെ സീനിയർ ഓഫീസർ, ചെറുപ്പക്കാരനായിരുന്നു. അയാൾ ജീവിച്ചിരുന്നെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, കേരളത്തിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അയാള് മരിച്ചു. അപ്പോൾ അയാൾ ഭാര്യയ്ക്ക് പോലും വലിയ പിടി കിട്ടിയില്ല. ഇയാളിങ്ങനെ മദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ മദ്യം കഴിച്ച അയാൾക്ക് വെർണിക്കസ് എൻകെഫലോപ്പതി വന്ന അയാൾ ഈ പറഞ്ഞ സംഗതിയിൽ മരിച്ചു. വളരെ ദയനീയമായിട്ടൊരു ഇതായിരുന്നു, സങ്കടം. അതുപോലെ എത്രയോ ആളുകൾക്ക് ക്യാൻസർ വന്ന് മരിക്കുന്നു. അതിന്റെ നല്ലൊരു സംഭാവന മദ്യം തന്നെയാണ്. പക്ഷെ അതൊന്നും ആരും കണക്കിലേക്ക് എടുക്കില്ല. ഈ ഇങ്ങനെയുള്ള ഈ ക്യാൻസർ വന്നിട്ട് ശരീരത്തിൽ പല അവയവങ്ങളിലും, ഇപ്പോൾ വായ മുതൽ അന്നനാള, ആമാശയം, വൻകുടല്, മലദ്വാരം, ഈ സ്ത്രീകളാണെങ്കിൽ ബ്രസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ വരുന്ന ഓരോ ക്യാൻസർ, ലിവറിലെ ക്യാൻസർ, പാൻക്രിയാസിലെ ക്യാൻസർ, ഇതൊക്കെ മദ്യം പിടിക്കുന്ന ആൾക്ക് അത് നൽകുന്ന സംഭാവന ഭയങ്കര സംഭാവനയാണ് ഈ ക്യാൻസർ ഉണ്ടാവാനായിട്ട്. അത് എത്രയും പെട്ടെന്ന് വ്യാപിക്കുകയും മരിക്കുകയും ചെയ്യും. മദ്യത്തിന്റെ കൂടെ മറ്റുള്ള ഒരു ഇപ്പോൾ ഉദാഹരണം നിക്കോട്ടിൻ ഉണ്ടെങ്കിലുണ്ടല്ലോ, കഴുത്തിലും നെഞ്ചിലും വരുന്ന ക്യാൻസർ 6 മാസത്തിനുള്ളിൽ ആളുടെ ശവം കൊണ്ട് പോകും. ഞാൻ വയനാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ, ഭയങ്കര മദ്യാസക്തൻ, ഭയങ്കര പുകവലിക്കാരൻ, അവന് ഒന്നും അറിഞ്ഞില്ല. അവന്റെ തൊണ്ടയിലൊരു ക്യാൻസർ വന്ന് നെഞ്ചിലേക്ക് വ്യാപിച്ചു. 6 മാസത്തിനുള്ളിൽ അവൻ മരിച്ചു. ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലായിടത്തും വ്യാപിച്ചു. ഇത് വളരെയധികം യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന സംഗതിയാണെങ്കിലും മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ശാസ്ത്രീയമായ അറിവോ ഈ രോഗലക്ഷണങ്ങളോ ഒന്നും അയാൾക്ക് ഉൾക്കൊള്ളാനോ, അത് പറയുമ്പോൾ അത് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാനോ ഉള്ള ഒരു സംഭവമായിരിക്കും. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു മദ്യാസക്തന്റെ ഒരു വീടെടുത്ത് നിങ്ങൾക്കറിയാവുന്ന ഒരാളുടെ വീടെടുത്ത് നിങ്ങൾ പരിശോധിക്കുക. അയാള് കടുത്ത മദ്യാസക്ത രോഗത്തിൽ നിന്ന് മരണത്തിലേക്ക് പോയ വഴിയുടെ പുറകിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്നും അന്വേഷിച്ചു അധികം കാലമൊന്നും ആയിട്ടുണ്ടാവില്ല. പലപ്പോഴും അയാൾ ആർത്തിയുടെ അങ്ങേയറ്റത്തെ ഒരവസ്ഥ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അയാളെ ആരൊക്കെ പിന്തിരിപ്പിക്കാൻ, സപ്പോർട്ട് ചെയ്ത് ചികിത്സിക്കാനായിട്ട് സഹായിക്കാൻ നോക്കി, അയാളുടെ കുടുംബക്കാര്, ബന്ധുക്കള്, ഭാര്യ, അതൊക്കെ നിങ്ങൾ ആ ഹിസ്റ്ററി എടുത്ത് നോക്കുക. അത് ഏറ്റവും വലിയൊരു അയാളുടെ സ്വന്തം ഒരു പ്രതിരോധം രോഗത്തിന് ഭയങ്കര ഒരു മുൻഗണന കൊടുക്കണം ചികിത്സിക്കാൻ വേണ്ടി. പിന്നെ ചികിത്സ ശരിയായിട്ടുള്ളൊരു ചികിത്സ ആയിരിക്കണം.
പല ആളുകളുടെയും ചികിത്സ ഫലപ്രദമാകാതെ പോകുന്നതിൻ്റെ ഒരു കാരണം ഒരു ചെറിയ ഇന്റർവെല്ലിൽ കൂടി അയാളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അയാളുടെ ഉള്ളിൽ ഒരാൾക്ക് കടന്നാൽ മാത്രമേ ഏതോ സിനിമയിലൊക്കെ ഒരു പാട്ടുണ്ട്, എന്താ ഉള്ളിൽ കടന്ന് പിറകിൽ കൊള്ളയടിക്കുമെന്ന് കള്ളിപ്പെണ്ണെന്ന് വിളിക്കും. അപ്പൊ എന്താണ്, പെണ്ണ് അങ്ങനെ വശീകരിക്കുകയാണല്ലോ, പെണ്ണ് വശീകരിച്ചിട്ടാണല്ലോ ഉള്ളിൽ കിടക്കണം. അപ്പൊ അങ്ങനെ അയാളെ ഉള്ളിൽ കിടത്താൻ ഒരു വശീകരണത്തിനും സാധിക്കില്ല. അങ്ങനെ വശീകരിച്ച് അയാളുടെ ഉള്ളിൽ കയറാൻ പറ്റാതെ അയാളുടെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും നല്ല കൂട്ടുകാർക്കും ആർക്കും പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ കാരണം അയാളുടെ മനോരോഗമാണ്, അയാളുടെ ബ്രെയിൻ ഡിസീസാണ്, തലച്ചോറിന്റെ രോഗമാണ്. ഇത് ഭയങ്കര പ്രതിരോധമാണത്. അയാളുടെ തലച്ചോറിനെ ഏറ്റവും സംബന്ധിച്ച് ഏറ്റവും ഒരു മരുന്ന് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണിത്. അയാളെ സംബന്ധിച്ച് ആശ്വാസം, അയാൾക്ക് ഉറക്കം, വിശ്രമം, ശാന്തി, അയാളുടെ അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് ചില അവസ്ഥകളിൽ ഈ ശാന്തിക്ക് പകരം അയാൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചില രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും. അത് പ്രശ്നങ്ങളാവും, പുറത്തേക്ക് അറിയും. അങ്ങനെ പുറത്തേക്ക് അറിയുമ്പോഴത്തേക്കും ചിലപ്പോൾ വീട്ടുകാരൊക്കെ ഒരു ചികിത്സയ്ക്കൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. പ്രശ്നങ്ങൾ ഉണ്ടാവണം, വീട്ടുകാരെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവണം. പ്രശ്നങ്ങൾ ഉണ്ടാകാത്തൊരു കൂടിയ പ്രശ്നക്കാരനല്ല, അയാളെ അങ്ങനെ പൊക്കോട്ടെ എന്നാണ് വിചാരിക്കുന്നത്. വാസ്തവത്തിൽ അത് ഒരു കാര്യത്തിൽ ന്യായീകരിക്കുന്നത് അയാളുടെ മദ്യത്തിന്റെ അളവ്, അയാളുടെ അവയവങ്ങൾ, അയാളുടെ ജോലി, അയാളുടെ വീട്ടിലുള്ള സ്വസ്ഥതകൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതി. പക്ഷെ ഇതില് പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ചില സംഗതികളുണ്ട്. കാരണം അയാൾ കുടിച്ചിട്ട് ഒരു ചെറിയ കുട്ടിയെ പോലെ കിടന്നുറങ്ങുവാണെങ്കിൽ അയാൾക്ക് പ്രശ്നക്കാരനല്ല എന്ന് വിചാരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള പല മദ്യാസക്തരും വളരെയധികം സമയം എത്തുന്നതിന് മുമ്പ് തന്നെ മരിക്കും. കാരണം കഴിഞ്ഞാൽ അവരുടെ അവയവങ്ങൾക്ക് കൂടുതൽ രോഗഭാരം ഏൽക്കേണ്ടി വരുന്നുണ്ട്. അത് തലച്ചോറിൽ കൂടിയുള്ള പ്രശ്നങ്ങൾ അവർ അധികം സാക്ഷ്യം വഹിച്ചിട്ടില്ല, അതുകൊണ്ട് അവരയാളെ ഉപദേശിക്കില്ല, പ്രശ്നമില്ല, ശാന്തം പാവും സൂയിസൈഡ്. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം അയാൾ രക്തം ഛർദ്ദിച്ചു ഇതാകലൊക്കെ മരിച്ചു, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പ്രശ്നങ്ങൾ വരണം എന്നുള്ളത് നിർബന്ധമാണ്. അതായത് വീട്ടിൽ ഉള്ളവർക്കും ബന്ധുക്കൾക്കും. പക്ഷെ അയാൾക്ക് മാത്രം അത് പ്രശ്നമില്ല. അപ്പോൾ ചികിത്സ നമുക്ക് എളുപ്പം ആകുന്നത് മൈൽഡ് ഡിസീസ് ഉള്ളപ്പോൾ ഈ രോഗത്തെക്കുറിച്ച് കുറച്ചൊരു അറിവ്, ഒരു നോളജ്, ജനറൽ നോളജ് ഉണ്ടെങ്കിൽ. എൻ്റെ സുഹൃത്ത് ഭയങ്കരമായിട്ട് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ആള്. അദ്ദേഹത്തിന് ഏറ്റവും ലാസ്റ്റാണ് ഒരു അറിവ് കിട്ടുന്നത്. മറ്റേ തലച്ചോറിൻ്റെ രോഗങ്ങൾ ആ ഇൻഫർമേഷൻ അയാൾക്ക് കിട്ടുന്നത് വളരെ വൈകിട്ട്. പക്ഷെ അത് ഭയങ്കര ഗൗരവമായിട്ട് അത് എടുത്തു കേട്ടോ. ഒറ്റ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒറ്റ മീറ്റിങ്ങിൽ തന്നെ അയാളത് ഗൗരവമായിട്ട് എടുത്തു. മരിക്കുന്നവരെ പിന്നെ മൂപ്പര് കുടിച്ചിട്ടില്ല. വളരെ സീരിയസ് ആയിട്ട് അന്നേരമാണ് ആ അറിവ് കിട്ടുന്നത്. എത്ര എനിക്കൊരു പല ഡോക്ടേഴ്സ് തന്നെ മദ്യാസക്തി തലച്ചോറിന്റെ രോഗമാണെന്നുള്ള സീരിയസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് എത്രയോ ആൾക്കാർ അവർ ലിവറിന്റെ ടെസ്റ്റ് ഒക്കെ ചെയ്യും കൂടെ. അത് ഇപ്പൊ മദ്യാസക്തിയുടെ നിർവചനം തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിക്ഷണറി എടുത്ത് നോക്കിക്കോളൂ. ഒരു ഡിക്ഷണറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യാകരണ ഗ്രന്ഥം മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ, ഇംഗ്ലീഷാണ് നല്ലത്, അതിൽ മദ്യാസക്ത രോഗത്തിന്റെ നിർവചനം നോക്കുക. അതിൽ എഴുതി വെച്ചേക്കുന്നത് ഇറ്റ്സ് എ ക്രോണിക് പ്രോഗ്രസീവ് റിലാപ്സിങ് ബ്രെയിൻ ഡിസീസ്. ഇതാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അത് ക്രോണിക് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്കാലം മരിക്കുന്നവരെ നീണ്ടു നിൽക്കുന്നു.
ക്രോണിക് മരിക്കുന്നവരെ നീണ്ടു നിൽക്കുന്ന മുന്നോട്ട് വളരുന്ന പുനർപതനം സംഭവിച്ച് നിർത്തിവെച്ചാലും പുനർപതനം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു തലച്ചോറിന്റെ രോഗം എന്നാണ് ആ നിർവചനം. ഈ നിർവചനം ആർക്കും കിട്ടും. ഇതറിയണം, ഇത് കുട്ടികൾ അറിയണം, മറ്റു എല്ലാവരും അറിയണം, രോഗി അറിയണം. വളരെ എളുപ്പമാണ്, കാരണം ചികിത്സ കുറച്ച് എളുപ്പമാണ്. കാരണം ഈ തലച്ചോറെന്ന് പറഞ്ഞാൽ സംഗതി വാസ്തവത്തിൽ തലച്ചോറ് വളരെ ഗൗരവമുള്ളതാണെന്ന്, അതിന് നിസ്സാരമായിട്ടുള്ള രോഗം വന്നാൽ പെട്ടെന്ന് മരിക്കുന്നു എല്ലാവർക്കും അറിയാം. പക്ഷെ അവരതിന് വലിയ ഗൗരവം കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു ഹെൽമെറ്റ് പോലും വെക്കാതെ വണ്ടിയൊക്കെ ഓടിക്കുന്നത്. അതുകൂടാതെ അതിന് എന്തെങ്കിലും രോഗം വന്നാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളതിനെ പറ്റി നിങ്ങളുടെ അറിവ് വളരെ പരിമിതമാണ്. അത് വേണ്ട. ഒരു ആക്സിഡന്റ്, ഒരു തലച്ചോറിന് ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയിട്ട് നിലത്തടിച്ചു വീണു, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ഉണ്ടാക്കുന്ന ഒരു ഉപകരണം എൻ്റെ ഉള്ളിൽ ഒരു കയറിപ്പോയി. അതിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു. ആ ഇഞ്ചുറി കൊണ്ട് അയാൾ മരിച്ചില്ല. പക്ഷേ അതിനുശേഷമുള്ള അയാളുടെ തലച്ചോറിന് അതിൻ്റെ കണക്ഷനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അയാൾ കംപ്ലീറ്റ് പഴയ സ്വഭാവത്തിൽ അയാൾ ഉണ്ടാവില്ല. അയാൾ ഈ ഇഞ്ചുറിക്ക് ശേഷം അയാളുടെ സ്വഭാവം കംപ്ലീറ്റ് മാറിപ്പോയിരിക്കും. ആ ഇഞ്ചുറിക്ക് മുമ്പ് അയാൾ നല്ലൊരു മനുഷ്യനായിരിക്കും, എല്ലാവരോടും സഹകരണവും സ്നേഹമൊക്കെ ഉള്ള ഒരാളായിരിക്കും. ആ ഇഞ്ചുറി കഴിഞ്ഞിട്ട് അയാൾ ഭയങ്കരമായിട്ടൊരു ദേഷ്യക്കാരനും ചിലപ്പോൾ ചീത്ത വിളിക്കുന്നവരും മോശമായിട്ട് പെരുമാറുന്ന ഒരാളുമായിരിക്കും. ഇന്നെനിക്കൊരു ഉദാഹരണം കിട്ടും. കാരണം ഞാനൊരു ക്ലിനിക്കിൽ പോയി പരിശോധന കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷയിൽ കയറി ഒരു സ്ഥലത്തേക്ക് പോവുക. അപ്പോൾ ഓട്ടോറിക്ഷയിൽ ഒരു മൊബൈലൊക്കെ നോക്കി ഒരുത്തനിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ഹിന്ദിക്കാരനാണ്, ആ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ കണ്ടിട്ട് ഒരു ഹിന്ദിക്കാരൻ്റെ മട്ടില്ല, എന്തൊക്കെ പറയുന്നതൊക്കെ ഒരു ഹിന്ദിക്കാരൻ്റെ ഇതുപോലെ തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഹിന്ദിയാണോ ബംഗാളിയാണെന്ന് എനിക്ക് തോന്നി, ഹിന്ദിക്കാരനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് ഉള്ള സത്യം മൂപ്പര് പറഞ്ഞു. എന്നോട് പല ആൾക്കാരും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഹിന്ദിക്കാരനാണ്. ഞാൻ ഹിന്ദിക്കാരനല്ല, എൻ്റെ സംസാരം കേട്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും. ഞാനിങ്ങനെ മദ്യം കഴിച്ചിട്ട് വണ്ടി ഓടിച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതിനുശേഷം കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. മൂപ്പര് പറഞ്ഞു, എനിക്ക് വളരെ ഇതായിട്ട് തോന്നി. വളരെ കറക്റ്റാണത്. ആ ഒരു ആക്സിഡന്റ് വന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഭയങ്കര മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ തലച്ചോറ്. അതിന് ചെറിയൊരു സംഗതി സംഭവിച്ചാലും അത് വലിയ മാറ്റങ്ങൾ അതിലുണ്ടാവും. നമ്മളെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന കഴിവുണ്ടാക്കുന്ന സാധനമാണ്, സ്വഭാവം ഉണ്ടാക്കുന്ന സാധനമാണ്, നമ്മളെ അവയവങ്ങളിൽ പോലും നിയന്ത്രണം ഉണ്ടാക്കുന്ന, ശ്വാസത്തിന്റെ നിയന്ത്രണം പോലും ഏറ്റെടുക്കുന്ന സാധനമാണ്. അപ്പൊ അതിനെ കുറിച്ച് ഒരു പ്രാധാന്യം കൊടുക്കാൻ നല്ലതാണ്. അത് ചികിത്സിക്കുന്ന സമയത്ത് നമ്മൾ ആ രീതിയിൽ തന്നെ അതിനെ സമീപിച്ചാൽ അത് നമ്മുടെ ബ്രെയിൻ ഒരു നോർമൽ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ബ്രെയിൻ കണക്ഷൻ ശരിയായി ഒരാൾ പറയുന്ന കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഒരു 3 മാസം ഇത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻ കുറച്ച് സ്വസ്ഥതയോടുകൂടി അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വരണമെങ്കിൽ 3 മാസം പിടിക്കും. അപ്പോൾ പല സ്ഥലത്തും ഷോർട്ട് ഇന്റർവെൻഷൻ തെറാപ്പി എന്ന് പറയും. ചെറിയ ചികിത്സ, ചെറിയ ഇടപെടലിലുള്ള ചികിത്സ എന്നുള്ളതാണ് ഇപ്പോൾ പല സ്ഥലത്തും. അത് ചിലപ്പോൾ 10 ദിവസം ഉള്ളവരുണ്ട്, 1 മാസം ചികിത്സിക്കുന്നവരുണ്ട്. പക്ഷെ 3 മാസം അവരെ അങ്ങനെ ചികിത്സിക്കാറില്ല. എൻ്റെ അഭിപ്രായത്തിൽ 3-6 മാസങ്ങളൊക്കെ വളരെ നല്ലൊരു സമയമാണ് ഉണ്ടെങ്കിൽ. പക്ഷെ അയാളുടെ സാമ്പത്തിക സ്ഥിതി, അയാളുടെ ജോലി അനുസരിച്ച് ചിലപ്പോൾ ഈ ഷോർട്ട് ഇന്റർവെൻഷൻ, കുറഞ്ഞ സമയത്തുള്ള ഇടപെടൽ അത് നല്ലതാണ്. ആ കുറഞ്ഞ
സമയത്തുള്ള ഇടപെടൽ അയാൾക്ക് ജോലി കളയേണ്ടി വരില്ല. പക്ഷെ അയാൾ ഔഷധങ്ങൾ കഴിയും, തലച്ചോറിനെ മെച്ചപ്പെടുത്താനുള്ള ഔഷധങ്ങൾ, ശരിക്കും ഉറക്കം, വിശ്രമം, നല്ല നല്ല ഭക്ഷണം, നല്ല സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട്, നല്ലൊരു ബിഹേവിയറൽ അറ്റ്മോസ്ഫിയർ, ഒരുമിച്ചിരുന്നൊരു ഭക്ഷണം, എല്ലാവരും ചിരിക്കുക, സന്തോഷിക്കുക, കുട്ടികളൊക്കെ അവരുടെയൊക്കെ ആഹ്ലാദം, സ്നേഹത്തോട് ട്രീറ്റ്മെന്റ് വളരെ ഐഡിയലാണ്. അപ്പൊ അതിൽ കൂടി അയാൾ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് 3 മാസം മരുന്ന് വളരെ അത്യാവശ്യമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം വെച്ചാൽ ഈ തലച്ചോറ് കേടുവന്നൊരു തലച്ചോറാണ്. അപ്പൊ അതിന് അപസ്മാരം വരാൻ പാടില്ല. അത് അറിയാതെ മദ്യത്തിന്റെ സിഗ്നൽ എവിടെന്നെങ്കിലും കിട്ടി അതിന്റെ പുറകെ പോയി വീണു പോകാൻ പാടില്ല. അപ്പൊ അത് ചുറ്റുപാട് നല്ലൊരു കൺട്രോൾ അയാളിലേക്ക് വേണം. അത് ജോലി സ്ഥലത്ത് നിന്നും വീട്ടിൽ നിന്നും അയാളെ സ്നേഹിക്കുന്ന ആൾക്കാരും നല്ല കൺട്രോൾ, അയാൾക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതിൽ കൂടി പോയി കഴിഞ്ഞാൽ ഇപ്പൊ നല്ല നല്ല മരുന്നുകളുണ്ട്. റിക്കവറി വളരെ ഈസി ആക്കാൻ പറ്റുന്ന മരുന്നുകൾ ധാരാളമുണ്ട്. ആ ഔഷധങ്ങളൊക്കെ ജീവിതത്തെ തിരിച്ചു കൊടുക്കും. അതല്ലാതെ മദ്യം കഴിക്കാൻ കഴിവിനെ തിരിച്ചു പിടിക്കുകയാണ് മദ്യാസക്ത രോഗത്തിന്റെ ചികിത്സ. എനിക്ക് കുറഞ്ഞ അളവിൽ ചെറിയ രീതിയിൽ മരണം വരെ കുറച്ച് മദ്യം കഴിച്ചുകൊണ്ട് ജീവിക്കുക, അതാണ് ചികിത്സ, അതാണ് ജീവിത രീതി. അങ്ങനെ ഉപദേശ കാര്യത്തിൽ ഒരുപിടി ഇതാണ് സയന്റിഫിക്. സാറേ മൈക്ക് ഇച്ചിരി കൂടി ചേർത്ത് വെച്ച് പറയാമോ? ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ടല്ലോ സാറേ. ഉണ്ടോ? മൈന്യൂട്ടായിട്ടേ കട്ടായി. ഇപ്പോഴോ? ഇപ്പൊ കേൾക്കാം സാർ. ഇത്തിരി മൈക്ക് ഒന്ന് ചേർത്ത് വെച്ച് പറഞ്ഞേ, അപ്പൊ ശരിക്കും കേൾക്കാം ഞങ്ങൾക്ക്. അല്ല, ഞാൻ ഇത് മറ്റേ ഇത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇയർഫോൺ വെച്ചിട്ടുണ്ടല്ലേ? ഇയർഫോൺ ഇയർഫോൺ വെച്ചിട്ടുണ്ടോ? അല്ല, ഇപ്പൊ അത് ഞാൻ എടുത്ത് മാറ്റിയിട്ട് ഇപ്പൊ സംസാരിക്കുമ്പോ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആവണേ സാർ. ഇത്ര നേരം സംസാരിച്ചപ്പോ കുഴപ്പമില്ല, സൗണ്ട് കുറവാന്നുള്ളൂ. ഇപ്പൊ ഓക്കെ, ശരി. അപ്പൊ ഞാനത് ഇയർഫോൺ മാറ്റി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇയർഫോൺ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വ്യക്തത ഉണ്ടാവും വിചാരിച്ചിട്ടാ. സാറിന് തടസ്സപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എത്ര സമയം കാത്തിരുന്നത്. സാർ ഏതായാലും പറഞ്ഞോ. പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചികിത്സ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് ഇയാൾക്ക് ഇനി മദ്യം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, ഇയാൾ മദ്യം ഇല്ലെങ്കിൽ ഇയാൾ കുഴപ്പങ്ങളുണ്ടാക്കും, കുടുംബത്തിൽ കലഹങ്ങളുണ്ടാക്കും, കുറഞ്ഞ അളവിലെങ്കിൽ ഇയാൾക്ക് മദ്യം വേണ്ടി വരും എന്നും പറഞ്ഞ് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണത്. അവിടെ മദ്യം കഴിക്കാത്ത ദിനങ്ങളുണ്ടാവില്ല. 90% ആൾക്കാരും മദ്യം കഴിക്കുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്നവരാണ് അവർ. പക്ഷെ അവിടുത്തെ ഏക്കാരും മദ്യം കഴിക്കുന്നില്ല. അവർക്ക് നല്ല ശാസ്ത്രീയമായിട്ടുള്ള നല്ല അറിവ് അവിടെ കിട്ടുന്നുണ്ട്. പ്രോഗ്രാമിൽ കൂടി കിട്ടുന്നുണ്ട്, അല്ലാതെ സയന്റിഫിക് ആയിട്ട് കിട്ടുന്നുണ്ട്. തീർത്തും വിട്ടുനിൽക്കല്, അബ്സ്റ്റിനൻസ്, അതാണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് അവിടുത്തെ ഏക്കാർക്ക് അറിയാം. അതല്ലാത്ത ആളുകൾക്ക് അവർ മദ്യം ശുപാർശ ചെയ്യാറുണ്ട്. ലോ ലെവൽ ഡ്രിങ്കിങ്, ചെറിയ അളവിൽ കുടിച്ചോളൂ എന്നും പറഞ്ഞ അവിടുത്തെ ഡോക്ടർമാർ ശുപാർശ ചെയ്യാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അത് ഭയങ്കര ഹൈ റിസ്ക് ആണ്. കാരണം എപ്പോഴാണ് അത് കയറി അടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അളവ് കൂടുന്നതും രോഗം കൂടുന്നതും മാനസിക രോഗം കൂടുന്നതും എപ്പോഴാണെന്ന് തിരിച്ചു പറയാൻ പറ്റില്ല. പക്ഷെ സന്ദേശം അനുസരിച്ച് ഒരിക്കൽ മദ്യാസക്തനായ ആൾ പിന്നെ കുടിച്ചാൽ അത് വലിയ ഗൗരവമുള്ള സംഗതിയാണ്. അയാളുടെ ജീവിതം കട്ടപ്പുകയാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് ക്ലിയർ ആയോ?
ഈ കാര്യം ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ. അത് ഏഴ് ബിഗ് ബുക്കിലും എല്ലാത്തും പറയുന്നുണ്ട്. അത് വളരെ കറക്റ്റാണ്. അപ്പൊ ഈയിടെ ഞാൻ പറഞ്ഞ പല ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും അമേരിക്കയിൽ നിന്ന് തന്നെയുള്ള ഏറ്റവും തലച്ചോറിനെ കുറിച്ചും മാനസിക രോഗത്തിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ശുപാർശ ചെയ്യുന്നത് പ്രോഗ്രാമാണ്. അതെന്താണെന്നറിയോ? കാരണം ഈ തലച്ചോറ് എല്ലാ സംഗതികളെയും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ക്രോഡീകരിച്ച് ഒരാളുടെ ഈ ലോകത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന എന്തൊക്കെ സന്ദേശങ്ങളാണ് ആളുകളിൽ കൂടി അല്ലെങ്കിൽ വസ്തുക്കളിൽ കൂടി സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള ഇതിൽ കൂടി അയാളുടെ മനസ്സിലേക്ക് എത്തുന്ന സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങളെ അയാൾ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകുക, ആ ധാരണ അയാളുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കുക, ആ ഓർമ്മയിൽ അയാൾക്ക് അതിനൊരു അർത്ഥം, ഒരു മീനിങ് ഉണ്ടാകുക, ആ മീനിങ്ങിൻ്റെ ഉള്ളിൽ അയാൾ ചലിക്കുക, ആ അർത്ഥത്തിന്റെ ഉള്ളിൽ അയാൾ ചലിക്കണം. അർത്ഥത്തിന്റെ ഉള്ളിൽ അയാൾ ചലിച്ചില്ലെങ്കിൽ ഭ്രാന്തനായി പോകും. മനസ്സിലായല്ലോ? ലോകത്തിൽ നിന്ന് കിട്ടുന്ന സന്ദേശം, തലച്ചോറിലേക്ക് കിട്ടുന്ന സന്ദേശം, ആ സന്ദേശത്തിൽ അയാൾക്ക് ജീവിക്കാനുള്ള നിത്യജീവിതത്തിലേക്കുള്ള സംഗതികളാണ് കിട്ടുന്നത്. എന്തൊക്കെയാണ്? ആളുകൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, അതുമായിട്ടുള്ള സമ്പർക്കം, ആ സമ്പർക്കത്തിൽ കൂടി കിട്ടിയ അറിവ്, അത് മെമ്മറിയിൽ, ഓർമ്മയിൽ, ഒരു കമ്പ്യൂട്ടറിൽ പോലെ സൂക്ഷിച്ചു വെക്കുന്നു. അതനുസരിച്ച് ഒരാളെ എന്താണ് അയാളുടെ സ്വഭാവം എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നു, ഓർമ്മിക്കുന്നു. അങ്ങനെയുള്ള മെമ്മറീസ്, ആ മെമ്മറി ഉണ്ടാക്കുന്ന മീനിങ്, അർത്ഥം. ഇപ്പോൾ ഒരാളെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശമൊക്കെ പിടികിട്ടും പെട്ടെന്ന് പെരുമാറ്റത്തിൽ കൂടി. അത് നിങ്ങളൊരു മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വെച്ച് അത് അനുസരിച്ച് അയാളോട് പെരുമാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ തകരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു മീനിങ് ഉണ്ട്, നമ്മുടെ ബിഹേവിയറിൽ ആ മീനിങ് ഉണ്ട്. അങ്ങനത്തെ ഒരു മീനിങ് ഫുൾ ലൈഫ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അത് തലച്ചോറ് വളരെ ഇമ്പ്രൂവ്മെന്റ് വരണം. തലച്ചോറിലെ സർക്യൂട്ടുകൾ, കണക്ഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ വന്നാലാണ് നല്ല രീതിയിൽ അത് നിലനിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പ്രോഗ്രാമിൽ കുറച്ചുകൂടി സയൻസ് ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം. നേരെ മറിച്ച് അയാൾ മദ്യം കഴിച്ചോണ്ട് ലോ ലെവൽ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞ അയാൾക്ക് ഉപദേശം കൊടുത്താൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള ഒരു സംഘർഷം, അല്ലെങ്കിൽ ഒരു വിഷാദം, അല്ലെങ്കിൽ ആരെങ്കിലും അയാളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ തലച്ചോറ് എന്ത് ചെയ്യുന്നറിയോ? തലച്ചോറ് നേരെ തിരിയും. അത് കൂടുതൽ മദ്യത്തിൽ ആശ്രയം തേടും. അത് കാരണം നേരത്തെ അതൊരു അടിമയാണ്, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടതിന്. ആ അടിമയായിട്ടുള്ള ആ ഒരു സ്വഭാവത്തിൽ ശീലിച്ച അതിന് ആ അടിമത്തത്തിൽ നിന്ന് അതിനെന്തെങ്കിലും ചളകുടഞ്ഞൊന്ന് എഴുന്നേറ്റ് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിലുണ്ടല്ലോ കുറച്ച് മദ്യം അവിടെ ആവശ്യമുണ്ട്. ഇതിനാണ് കിൻഡിലിംഗ് ഇഫക്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. കിൻഡിലിംഗ് ഇഫക്റ്റ് എന്ന് വെച്ചാൽ ആളിക്കത്തലാണ്. അത് ആളിക്കത്തും, ഷോർട്ട് സർക്യൂട്ട് അടിക്കും. നമ്മൾ മെഡിക്കൽ കോളേജിൽ ഈയിടെ പുകയൊക്കെ കണ്ടില്ലേ? ആളിക്കത്തി എവിടെയാണ് എന്താ സംഭവം എന്നൊന്നും യാതൊരു പിടിയും കിട്ടില്ല. ആളിക്കത്തി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ചിലപ്പോഴത്തെ. അപ്പൊ അങ്ങനത്തെ റിലാപ്സ് ഒക്കെ വന്നാൽ ചിലപ്പോൾ ഒരു സൂയിസൈഡോ അല്ലെങ്കിൽ ഹോമിസൈഡ്, ആരെങ്കിലും കൊന്നിട്ട് അകത്ത് പോകലോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റിൽ പെടലോ ഒക്കെ ഏകദേശം ഉറപ്പാണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ട് മദ്യാസക്ത രോഗത്തിന് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരാൾക്ക് നല്ലത് ഈ പ്രോഗ്രാം സയന്റിഫിക്കായിട്ട് സ്വീകരിക്കുകയും മദ്യത്തെക്കാൾ ഏറെ കുറച്ച് സന്തോഷവും ആഹ്ലാദവും ജീവിതത്തിന്റെ ഉള്ളിൽ നിന്നും, സ്നേഹത്തിന്റെ ഉള്ളിൽ നിന്നും, ഒരു അനുതാപത്തിന്റെ ഉള്ളിൽ നിന്നും എനിക്ക് ഒരു ജീവിതം കിട്ടി എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ, ഒരു ബുദ്ധിയുടെ കാര്യത്തിലും അയാൾ മുന്നോട്ട് പോയാലുണ്ടല്ലോ, അയാൾ മദ്യം കഴിച്ചുള്ള ജീവിതത്തിൻ്റെയൊക്കെ 100 ഇരട്ടി അയാൾക്ക് ആഹ്ലാദവും സന്തോഷമൊക്കെ കിട്ടും ആ തിരിച്ചറിവിൽ തന്നെ. അപ്പൊ അവര് പറഞ്ഞതെന്തറിയോ? ഞാൻ പറഞ്ഞു വന്നത് ആ ഗ്രന്ഥങ്ങള്,
ഏറ്റവും മനോഹരമായ ഗ്രന്ഥങ്ങൾ, ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടത്തിയ ഗ്രന്ഥങ്ങൾ പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ പ്രോഗ്രാം സ്വീകരിച്ചോളൂ, അത് നിങ്ങൾ ഫുള്ളി അത് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ പൂർണ്ണമായിട്ടും അതിനെ സ്വീകരിച്ച് നിങ്ങൾ അതിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ യു ആർ എക്സലന്റ് റിസൾട്ട് എന്ന് പറയുന്നത്. എക്സലന്റ്, ആ വാക്ക് ഞാൻ വേറെ എങ്ങും കേട്ടിട്ടില്ല. എക്സലന്റ് റിസൾട്ട്. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും നല്ല എക്സലന്റ് റിസൾട്ട് അതിൽ കൂടി കിട്ടാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കിട്ടും. അങ്ങനെയാണ് ശുപാർശ ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു സ്പോൺസർ ഉണ്ടാവുകയും നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഈ സ്പോൺസറിനെ എടുത്തു പറഞ്ഞേക്കണം എന്തിനാണെന്നറിയോ? ആ ഒരു സ്പോൺസർ ആവണമെങ്കിൽ അയാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ യാതനകളും വേദനകളും ഈ രോഗത്തിന്റെ തീവ്രതയൊക്കെ ശരിക്കും മനസ്സിലാക്കിയ ഒരാളാണ് ഒരു സ്പോൺസർ. അയാൾക്ക് അത് നല്ല രീതിയിൽ പറഞ്ഞു തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞ ഒരു നല്ല സ്പോൺസർ കണ്ടെത്തുവാണെങ്കിൽ വളരെ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ ഈ പ്രോഗ്രാം അതുകൊണ്ട് തന്നെ വളരെ സവിശേഷമായിട്ടുള്ളൊരു സ്ഥാനം അർഹിക്കുന്നുണ്ട്. അതുപോലെ സ്വഭാവം മാറ്റാനായിട്ട് നിങ്ങൾക്ക് എന്ത് യന്ത്രമാണ് ഉള്ളത്? നിങ്ങളുടെ സ്വഭാവം ഏതെങ്കിലും ഒരു യന്ത്രത്തിലിട്ട് നിങ്ങൾ ഇങ്ങോട്ട് കറക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം മാറും. അത് നമ്മൾ ജീവിച്ച് തന്നെ ആ സ്വഭാവം മാറണം. ഇപ്പൊ മദ്യമില്ലാത്ത ജീവിതം ശുപാർശ ചെയ്യുന്ന ഒരേ ഒരു പ്രോഗ്രാം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമാണ്. അത് തന്നെയല്ല, അനുഭവങ്ങൾ, ശക്തി, പ്രതീക്ഷ എന്നൊക്കെ പറയുന്ന 3 വാക്കുകൾ വെറുതെ പറയാൻ വേണ്ടിയുള്ള വാക്കുകൾ മാത്രമല്ല, അത് അനുഭവിച്ച വാക്കുകളാണ്. ലേണിംഗ് പ്രോസസ്സ് ഉണ്ടായിരുന്നു. മദ്യം കഴിച്ച ഒരാൾക്ക് പലതരത്തിലുള്ള പഠനങ്ങൾ അയാളുടെ ശരീരത്തിലുണ്ടായി, ഉപദ്രവങ്ങളുണ്ടായി. അതൊരു പഠനമാണ്. അതുപോലെ കുറച്ച് നേരത്തേക്ക് അയാളെ മയക്കി കിടത്തി മദ്യം. അത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പഠനങ്ങൾക്ക് വിധേയമായ സംഭവമാണ് ആ മദ്യം കഴിച്ചത്. അതിൽ നിന്നും അയാൾക്ക് ഉപദ്രവം ഉണ്ടായപ്പോഴാണ് അയാൾ പുറത്തു ചാടാൻ സന്നദ്ധനായത് തന്നെ. അപ്പൊ അതുകൊണ്ട് ഈ പ്രോഗ്രാമിന് ഇതൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എയുടെ ബിഗ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ജീവിതമായിട്ടുള്ള അതിൻ്റെ എല്ലാ ബന്ധങ്ങളും ഓരോ ചാപ്റ്ററിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ജീവിതം, ആ ജീവിതത്തിൽ കുടുംബമായിട്ടുള്ള ബന്ധങ്ങൾ, ജോലിയായിട്ടുള്ള ബന്ധങ്ങൾ, ഈ ലോകമായിട്ടുള്ള ബന്ധങ്ങൾ, പിന്നീട് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ, തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഉപദേശം. അത്രയും വലിയൊരു ഉപദേശം ലോകത്തിൽ ആരും ഒരു മദ്യാസക്തന് കൊടുക്കുന്നതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എത്ര എളിമയുള്ള, എത്ര സിമ്പിളായിട്ടുള്ള ഒരു ഉപദേശമാണ്. തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടണ്ട. കാരണം ഈ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതും പുറത്ത് നിന്ന് അകത്തേക്ക് വരുന്നതായിട്ടുള്ള ഈ സംഭവങ്ങൾ, തലച്ചോറ് അങ്ങനെയുള്ള സാധനമാണ്. അകത്തു നിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും. അതിലേറ്റവും വലിയ ഉപദ്രവകാരിയായിട്ടുള്ള സംഗതിയാണ് അതിൽ തർക്ക വിഷയം ഉണ്ടെങ്കിൽ മദ്യാസക്തന് അതിങ്ങനെ തർക്കിച്ചുകൊണ്ട് തന്നെ ഇരിക്കും, അത് അവസാനിക്കില്ല. കാരണം ഈ തലച്ചോറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന്റെ പേര് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, PFC. മദ്യാസക്തന്റെ തലച്ചോറിൽ ആ ഭാഗം നല്ല കേട് വന്നിട്ടുണ്ട്. ആ കേട് വന്നിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു സ്വഭാവം എന്താണെന്നറിയോ? ആവർത്തന സ്വഭാവം. പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തർക്ക വിഷയമാണ്, അല്ലേ? ചില ആൾക്കാർ ദേഷ്യം വരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. മറ്റാൾ വിലയിരുത്തും ബുദ്ധിയില്ലാത്ത ആളാണ്. അപ്പോൾ ആവർത്തന സ്വഭാവം, പൊള്ളയായ വികാരങ്ങൾ. പൊള്ളയാകുന്ന വെച്ചാൽ ഇപ്പോൾ അച്ഛൻ മരിച്ചു കിടന്നാലും ശരി, അതവിടെ ഏക്കൂല. അത് ഏക്കണമല്ലോ, നമ്മുടെ മനസ്സിന്, ഹൃദയത്തിൽ അത് ഏക്കണമല്ലോ. മരിച്ചു, വേർപാട്, ഒരു സങ്കടം വരണമല്ലോ, ഒരു കരച്ചിൽ വരണമല്ലോ, അത് ഫീൽ ചെയ്യണമല്ലോ. അതൊന്നുമില്ല. അത് വെറും പാട്ട പോലെ പൊള്ളയായിരിക്കും. അങ്ങനെ ആ ഫീലിംഗ് വരണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഓക്കെ ആയിരിക്കണം. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും.
ഇതൊക്കെ മദ്യാസക്ത രോഗത്തിന്റെ പരിപാടിയാണത്. പൊള്ളയായ വികാരങ്ങൾ, അതുപോലെ തീരുമാനങ്ങളില്ല, ഉറച്ച തീരുമാനങ്ങളില്ല, ആവർത്തന സ്വഭാവം, പിന്നെ ന്യായീകരണങ്ങൾ, നുണകൾ പറയച്ചു, ഇതൊക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാം കേട്ടതിന് പെട്ടെന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച് നമ്മൾ പ്രോഗ്രാമിൽ വന്നതിന് ഒക്കെ നന്ദി പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചികിത്സ വേണം, നല്ല വിശ്രമം വേണം, പ്ലെന്റി ഓഫ് റെസ്റ്റ്, റിലാക്സേഷൻ, ബ്രെയിൻ റിപ്പയർ. അതുകൂടാതെ ജോലി വളരെ മെച്ചപ്പെട്ട ജോലിയിലേക്ക് മുമ്പോട്ട് പോകണം, കഴിവുകൾ തിരിച്ചു പിടിക്കണം, പുതിയ കഴിവുകൾ ഉണ്ടാക്കണം, അതുപോലെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണം, യാഥാർത്ഥ്യങ്ങളെ കൂടുതൽ ബുദ്ധിപരമായിട്ട് സ്വീകരിക്കണം. ഇതൊക്കെയാണ് പ്രോഗ്രാമിൽ ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സംഭവം. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഗോപാലൻ സാർ. ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ആർക്കെങ്കിലും ഡോക്ടർ സംസാരിച്ച ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. സാറേ, ഞാനൊരു ചോദ്യം ചോദിക്കാം. അതെ, സാർ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, ഓട്ടോറിക്ഷക്കാരന്റെ കാര്യം പറഞ്ഞപ്പോഴേ, നമ്മൾ ഈ ആക്സിഡന്റ് ഒക്കെ പറ്റി, ഇപ്പൊ എന്റെ ഒരു കസിന് ഒരു ആക്സിഡന്റ് പറ്റി, അവൻ കുറെ നാള് ഈ ICUലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവന് പിന്നെ പഴയ സ്വഭാവമല്ല അവൻ കാണിക്കുന്നത്. അവന്റെ ചില തീരുമാനങ്ങള്, പടപ്പ്, ഭയങ്കര അർജൻസി കാണിക്കണ പോലെ ഭയങ്കര തീരുമാനങ്ങളെ, ഡിസിഷൻസ് മാറി മാറി പോണം. നമുക്ക് തന്നെ തോന്നും ഇവൻ എന്നെ കാണിക്കണേന്ന്. അപ്പൊ നമ്മൾ ഈ പൗരകുടിയന്മാരായ ഞങ്ങളെ പോലുള്ളവർക്ക് ഈ ബ്രെയിൻ ഇഞ്ചുറി ചെറുതായിട്ടെങ്കിലും വന്നിട്ടില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതിന് ബ്രെയിന് നമ്മൾ പരിശോധന വേണം. നമ്മൾ ഈ ബ്രെയിൻ എക്സാമിനേഷൻ, അതിന് പ്രത്യേക പരിശോധന ന്യൂറോളജിസ്റ്റ് പരിശോധിക്കും. അതുകൂടാതെ MRI സ്കാൻ ചെയ്യും. അതിൽ ഏത് തരത്തിലുള്ള ഒരു ഇഞ്ചുറിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഇഞ്ചുറിയുടെ സ്വഭാവം അനുസരിച്ച് മരുന്ന് കുടിക്കാൻ പറ്റും. അതുപോലെ രക്തക്കൊഴലുകൾക്ക് ബ്ലോക്ക് വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുണ്ട്. അപസ്മാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുണ്ട്. പിന്നെ ഓർമ്മ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും ചില മരുന്നുകളൊക്കെ ഉണ്ട്. അങ്ങനെ മരുന്ന് ഡോക്ടർ കുറിച്ച് തരും. പക്ഷെ എന്നാലും ശരി, അത് 100% ആവില്ല, റിക്കവറി ആവില്ല. എന്നാൽ ഞാൻ പറഞ്ഞ ഓട്ടോറിക്ഷ എന്നിട്ടും വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ. അവൻ്റെ ജീവിതമാർഗം ഉണ്ടല്ലോ. അപ്പോൾ അത് അവൻ ചിലപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ടാവും, അപസ്മാരത്തിനുള്ള മരുന്ന് ചിലപ്പോൾ കഴിക്കുന്നുണ്ടാവും. ആ മരുന്ന് നിർത്താതെ അയാൾ മുന്നോട്ട് പോയാൽ അയാൾക്ക് ജീവിക്കാനൊക്കെ പറ്റും. താങ്ക് യു സാർ. താങ്ക് യു ശിവ ചേട്ടാ. താങ്ക് യു ഗോപാലൻ സാർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ പ്രോഗ്രാമിൽ പുതിയ ആൾക്കാർ വരുന്നുണ്ടോ? ഹലോ, വരുന്നുണ്ട് സാറേ, വരുന്ന പോലെ പോകുന്നുമുണ്ട്. അതാണ് ഞാൻ ഇന്നിപ്പോ പറഞ്ഞത്. ഗൗരവം ഇല്ല, ഇതെന്ത് രോഗമെന്നറിയാൻ പാടില്ല, ഇത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് അറിയാൻ പാടില്ല, ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ പോകുമെന്ന് അറിയാൻ പാടില്ല. ചിലരെ സാറേ, എന്റെ വിഷയം ഞാൻ ഒരാൾക്ക് വിളിക്കുന്നത്, അതായത് നമ്മൾ ഈ ഒരു സെലിബ്രേറ്റിംഗ് സോബറേറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ സുബോധാവസ്ഥ ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നുണ്ട് ചിലരെ. നമുക്ക് പ്രത്യേകിച്ച് അവർ സ്പോൺസറെ കണ്ടെത്താനോ പഠിക്കൽ ചെയ്യാനൊന്നും താല്പര്യമില്ലാത്തവര്. അപ്പൊ അവര് ചോദിക്കുന്ന ചോദ്യം, എന്ത് ജീവിതം, എങ്ങനെ ജീവിച്ചിട്ട് എന്നാ കാര്യം? മനുഷ്യനൊരു ജീവിതമല്ലേ ഉള്ളൂ. കൂട്ടുകാരില്ല, പാർട്ടി ഇല്ല, ഒരു പരിപാടിയില്ല, ഡാൻസ് ഇല്ല, പാട്ടില്ല. അങ്ങനെ പലപ്പോഴും ഇങ്ങനെ ഇവിടെ വന്നിട്ട് അങ്ങനെ തിരിച്ചു പോയിട്ടേ പിന്നെ തിരിച്ച് കേടി വരാൻ പറ്റാതെ ഇപ്പൊ ഇന്നൊക്കെ കരഞ്ഞു വിളിച്ചവരൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ലാട്ടാ ഞാനിങ്ങനെ ജീവിക്കും. കാരണം അതിന്റെ ഈ അവരെ രോഗത്തിന്റെ ഓർക്കത്തില്ല അല്ലെ സാറേ?
ഈ രോഗത്തിന്റെ ഗൗരവവും അതിന്റെ കോംപ്ലിക്കേഷൻ സങ്കീർണതയും അതൊന്നും പെട്ടെന്ന് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് മനസ്സിലാവില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള, ഏറ്റവും ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും അവരുടെയൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവം എന്താണെന്നറിയോ? അവര് മനസ്സിലാക്കിയ സന്തോഷത്തിനെ അവര് സ്വന്തം ഇത് പ്രകാരം തള്ളിക്കളയാനും അതിനെ മറന്നു കളയാനും സാധിക്കില്ല. അതാണ് മനുഷ്യനെ ഏറ്റവും കുഴക്കുന്ന പ്രശ്നം. അതാണ് അതിര് കടന്ന ഒരു ആനന്ദത്തെ, ഒരു സന്തോഷത്തെ മറന്നു കളയാനും അതിനെ കുറയ്ക്കാനും മനുഷ്യന് അതിനുള്ള ധൈര്യമില്ല, അതിനുള്ള ചങ്കൂറ്റമില്ല. അതൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതിനുള്ള ചങ്കൂറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ് ആ പ്രാർത്ഥന അങ്ങനെ പറഞ്ഞേക്കുന്നത്. എത്ര നല്ല ഒരു ഇതാണ്, ഭയങ്കര സംഭവമാണ്. വിവേകവും അതുപോലെ ധൈര്യവും. സാർ ഇപ്പൊ പറഞ്ഞൊരു കാര്യമില്ലേ, ഇപ്പൊ അവര് സന്തോഷം ഇപ്പൊ ഞാൻ കുടിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ സന്തോഷം എന്ന് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നത് കൂട്ടുകാരുടെ കൂടെ പോവുക, ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, അങ്ങനത്തെയൊക്കെയായിരുന്നു. പക്ഷെ ഞാൻ സോബറായി കഴിഞ്ഞപ്പോൾ ഞാൻ അതേ സന്തോഷം അനുഭവിക്കുന്നു. ഞാൻ ചില പാർട്ടികൾക്കൊക്കെ പോകാറുണ്ട്, പക്ഷെ കുടിക്കാറില്ല. ഞാൻ അല്ലെങ്കിൽ ആ വശത്തേക്ക് പോകാറില്ല, അമിതമായിട്ട് അവിടെ സ്റ്റേ ചെയ്യാറില്ല. എന്നാലും ഞാൻ അതിനകത്തൊക്കെ പങ്കുചേരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമല്ലേ നമ്മൾ ഇനി നയിക്കേണ്ടത്? അല്ല പക്ഷെ ചിലപ്പോ പ്രോഗ്രാം തന്നെ പറയാം, നമ്മൾ ഈ ബ്രെയിൻ സിഗ്നലുകൾ എന്ന് പറയും. ബ്രെയിനിൽ സന്തോഷം ഉണ്ടാകുന്ന, സന്തോഷം എന്ന് പറയുമ്പോൾ റിവാർഡ് എന്നാ പറയുന്നത്. റിവാർഡ്, ഒരു പ്രതിഫലം. സന്തോഷം എന്തോ ഒരു ഇൻസെന്റീവായിട്ട് കിട്ടുന്ന പോലെ, ഒരു പ്രതിഫലം കിട്ടുന്ന പോലെ ഒരു സാധനമാണിത്. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഒരാൾക്ക് കൈ സന്തോഷം ഉണ്ടാവുമോ? ഓരോ പ്രാവശ്യം അയാൾ എക്സ്പെക്ട് ചെയ്യുന്നത് സന്തോഷത്തിന്റെ അളവ് കൂടുന്തോറും കൈക്കൂലിയുടെ അളവ് കൂടണം. അതിങ്ങനെ കൂടിക്കൂടി വരുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്. ഈയിടെ എറണാകുളത്ത് ഒരു പെണ്ണിനെ കൈക്കൂലിക്ക് പിടിച്ചു. അപ്പോൾ അവള് പോലീസിനോട് പറഞ്ഞത്, ഞാൻ ഏറ്റവും കുറഞ്ഞ കൈക്കൂലിയാണ് വാങ്ങിക്കുന്നത്, ഒരു 3 ലക്ഷം രൂപ വരെയൊക്കെ എനിക്ക് കിട്ടുന്നുള്ളൂ. ഇവിടെ ഈ എറണാകുളത്തൊക്കെ എത്രയോ ആൾക്കാർ എത്രയോ ലക്ഷം രൂപ വാങ്ങിക്കുന്നു. അവളുടെ മറുപടി നോക്കുക. അപ്പോ അളവ് കൂടുന്തോറാണ് സന്തോഷം കൂടുന്നത്. അപ്പൊ അവിടെ ഈ ഉണ്ടാകുന്ന അപകടം, അഴിമതി, അകത്തു പോകല്, അതൊക്കെ കംപ്ലീറ്റ് മറന്നുപോയി. അപ്പൊ നമ്മുടെ സാമൂഹ്യ ജീവിതത്തില് സന്തോഷത്തിന് ഒരു ലിമിറ്റൊക്കെ വേണം. സന്തോഷം, നമുക്കൊരു ഡിസ്ട്രാക്ഷൻ വന്നാല് നമുക്ക് അത് ചിലപ്പോൾ നമ്മൾ ആ ഡിസ്ട്രാക്ഷൻ എന്താണെന്ന് നോക്കേണ്ടി വരും. പക്ഷെ അമിതമായ സന്തോഷമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കാൻ പോലും തോന്നൂല. താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും ചോദിക്കാൻ ചോദിച്ചോട്ടോ. സാർ ഞാനൊരു കാര്യം പറയട്ടെ. മധ്യാസക്തനാണ്. ഹലോ, മധ്യാസക്തൻ ദീപക് കൂട്ടായ്മയോട് ചേർന്ന് സഞ്ചരിക്കുന്നത് മദ്യവെച്ചിട്ടില്ല. രഞ്ജു, കോട്ടയം. വളരെ സന്തോഷമുണ്ട് സാറേ, ഇന്ന് കൂട്ടായ്മയിലൂടെ യാത്ര ചെയ്യുന്നതുകൊണ്ടുള്ള സന്തോഷം. സാർ കേൾക്കാവോ സാറേ? കേൾക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ ഈ സന്തോഷത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും ഞാനത് പറഞ്ഞതേ ഉള്ളൂ. കൂട്ടായ്മയിലൂടെ യാത്ര ചെയ്യുന്നതിന്റെ ഒരു സന്തോഷത്തിന്റെ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വിളിച്ചത്. എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഏകദേശം 3-4 വർഷമായിട്ട് സന്തോഷം എന്ന് പറയുന്നത് ഞാൻ തന്നെ ആനന്ദിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ എനിക്ക് മുമ്പേ ശിവചേട്ടൻ പറഞ്ഞതുപോലെ കൂട്ടുകാരോടെ പോയി കണ്ടുപിടിക്കുമ്പോഴും കൂട്ടുകാരോടെ ഗോവയിൽ പോയിട്ടുണ്ട്. ഇതൊന്നും ഒരു ഓർമ്മയിൽ പോലും ഇല്ലാത്ത കുറെ സന്തോഷങ്ങൾ എന്ന് പറയുന്നതല്ല. ഫോട്ടോ എടുക്കുമ്പോൾ പോലും ആ ഫോട്ടോയിൽ ഒരു സ്ഥിരതയില്ലാത്ത മുഖഭാവവും, മുഖം എങ്ങോട്ടാ പോകുന്നത്, ഫോട്ടോ എവിടെയാ പോകുന്നത് അറിയാൻ മേല, ആ രീതിയിലുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഗൂഡല്ലൂർ കൺവെൻഷന് ഞാനും അമ്മയും എൻ്റെ 2 സഹപ്രവർത്തകരും വണ്ടിയിൽ കാറിൽ പോയിരുന്നു. ഗൂഡല്ലൂര് ഊട്ടിയിൽ ചെന്ന് ഊട്ടിയിൽ മീറ്റിംഗ് കൂടി 3 ദിവസത്തെ 2.5 ദിവസത്തെ പരിപാടിക്ക് ഞങ്ങൾ 5 ദിവസം, അമ്മ 4 വർഷത്തിന് ശേഷമാണ് അത് ആഘോഷിക്കുന്നത്. അവിടെ വന്ന് ഊട്ടിയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇറങ്ങി, ഗൂഡല്ലൂര്, നീലഗിരി, അതുപോലെ തന്നെ മൈസൂര്, തിരിച്ച് ഊട്ടിയിൽ കൺവെൻഷന് ശേഷം
അവിടുത്തെ ട്രൈബൽസ് അവരുടെ ഡാൻസ് പ്രോഗ്രാമും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഞാൻ ഡാൻസ് കളിക്കുന്നത്, വളരെ സന്തോഷത്തോടെ ഡാൻസ് കളിക്കുന്നത്, അമ്മ അത് കാണാനും വേറെ ആൾക്കാർ വീഡിയോ എടുക്കാനും അമ്മയും കൂട്ടത്തിൽ അമ്മയോട്. അപ്പൊ ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, ഇന്ന് ജീവിത രീതിയില് മാറ്റത്തിന്റെ ഒരു ഭാവം എന്നിലൊക്കെ അടിക്കുന്നുണ്ട്. കാരണം എയിലൂടെയുള്ള ഒരു ജീവിത രീതിയിലൂടെ വന്നതിന് ശേഷം എത്രമാത്രമാണ് ഏതൊക്കെ സ്ഥലത്ത് പോയി മീറ്റിംഗ് കൂടുമ്പോഴും അവിടെയൊക്കെ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കണ്ടെത്താനും, അതുപോലെ തന്നെ എത്രമാത്രമാണ് ഞാൻ ജീവിതത്തിലേക്ക് ഞാൻ സന്തോഷം കണ്ടെത്താൻ പോയതെന്നുള്ളൊരവസ്ഥ, അതിൽ നിന്ന് മാറി ഇന്ന് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഏതിലൂടെ സന്തോഷം കണ്ടെത്താൻ എന്നെ കൊണ്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ അമ്മയ്ക്കും എങ്ങനെ സന്തോഷം കൊടുക്കാൻ സാധിക്കുന്നു എന്ന് ഇന്നിപ്പോ എന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ഞാൻ സന്തോഷത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കിനും ഞാൻ എൻ്റെ പഴയ ജീവിതകാലത്തെ കുറിച്ച് ഒന്ന് ഓർമ്മിച്ചു. ഇന്ന് ഞാൻ ആ ഡാൻസ് കളിക്കുമ്പോഴും, ആ ഫയർ ഡാൻസ് ഒരു രാത്രി 11:30 കനാലൊക്കെ കൂട്ടി ഞങ്ങള് ഒരു ഇതും അറിയാൻ മേലാത്ത രീതിയിലാണ്. തമിഴ്നാട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഒരു ഫംഗ്ഷന് ഇപ്പൊ പോയത്. ഏകദേശം ഞാനൊരു 228 ദിവസമായിട്ടേ ഉള്ളൂ. തിരിച്ചു വരവിന്റെ പാതയിലാണ്. അപ്പൊ ഈ ഒരു സന്തോഷം എൻ്റെ അമ്മ ഇപ്പൊ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. ആ അമ്മയും ആ സന്തോഷത്തിൽ പങ്കാളിയാവുന്നു. നേരത്തെ കുടിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് സന്തോഷത്തിന് വേണ്ടി ഞാൻ എവിടെയൊക്കെ കറങ്ങി നടന്നിരുന്നോ അവിടെ നിന്നും എനിക്ക് സന്തോഷം കിട്ടിയായിട്ട് തോന്നില്ല. ആ ഒരു സന്തോഷത്തിന് വേണ്ടി പോയ വഴികളൊന്നും എനിക്കൊരു സമാധാനവും സന്തോഷവും തന്നില്ല. വീട്ടുകാരുൾപ്പെടെയുള്ള ബാക്കിയുള്ളവരെല്ലാം പേടിയോടെ, ആ കാർ എടുത്ത് പോകുമ്പോഴും ഒക്കെ പേടിയോടെ ഇരുന്ന സമയത്ത് ഇന്നെല്ലാം ഒരു സന്തോഷത്തോടെ ഇതെല്ലാം അനുഭവിക്കാൻ കഴിയുന്നത് എയിലൂടെയുള്ള ഒരു യാത്രയിലൂടെ മാത്രം. അത് ഏത് സ്ഥലത്ത് പോയാലും അവിടെയെല്ലാം ഉള്ള മനുഷ്യരുടെ നമ്മുടെ ഭാഷ അല്ലെങ്കിൽ പോലും മറ്റു ഭാഷക്കാരുടെ എല്ലാവരുടെ എന്നുള്ള ഒരൊറ്റ രീതിയിലുള്ള ആ ഒരു ചേർത്തുപിടുത്തം, ആ ഒരു ചേർത്തുപിടുത്തത്തിന്റെ ആ സന്തോഷം ഇന്ന് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ആ ഒരു അനുഭവം ഞാൻ ഇവിടെ നിന്ന് പങ്കിട്ടെന്നേ ഉള്ളൂ. വളരെ സന്തോഷമുണ്ട് സാർ. ഇത് ഒരു സന്തോഷത്തിന്റെ ഒരു വാക്ക് തന്നെയാണ്. വളരെ സന്തോഷം. തീർച്ചയായിട്ടും നല്ല ഷെയറിങ്. ഇത് ഇങ്ങനെ തന്നെയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു യഥാർത്ഥത്തിലുള്ള ഒരു റിയാലിറ്റി, അതിൽ കൂടിയുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഈ ഡ്രമാറ്റിക് ആയിട്ടുള്ള സംഗതികളില്ല. ആരെങ്കിലും പ്രകടനാത്മകമായിട്ട് ആരെങ്കിലും കാണിക്കാനുള്ള ഇതില്ല. അതൊരു നിഷ്കളങ്കമായ സംഗതിയാണ് ഈ യഥാർത്ഥ സന്തോഷം.